നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പാലക്കാട് മികച്ച വിജയമൊക്കെ നേടി. പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. എല്ലാവർക്കും ചുമതല കൊടുത്തപ്പോൾ തന്നെ മാത്രം ഒഴിവാക്കിയെന്നാണ് വിമർശനം. അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ ചാണ്ടി ഉമ്മന് പിന്തുണയുമായി രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്ത്, ചെറിയാൻ ഫിലിപ്പും രംഗത്ത് വരികയും ചെയ്തു. വി.ഡി. സതീശന്റെ നേതൃത്വത്തിനെതിരെയുള്ള കോൺഗ്രസിലെ പുതിയ പടനീക്കമാണോ, അല്ലെങ്കിൽ ഈ അച്ചുതണ്ടാണോ ചാണ്ടി ഉമ്മനെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ പട നയിക്കുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, നല്ല മെച്ചപ്പെട്ട വിജയമൊക്കെ പാലക്കാട് നേടി. പക്ഷേ ചാണ്ടി ഉമ്മൻ അന്ന് തന്നെ അവിടെ ആദ്യം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ അന്ന് ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റ് തിരക്കുകളായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ജയിച്ച ശേഷം വരുമ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു, വിദേശത്തായിരുന്നു. എന്തായാലും ചാണ്ടി ഉമ്മന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പിനോട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തോട് വലിയ യോജിപ്പില്ലായിരുന്നു എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, എങ്കിലും അത്തരം സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്തും അദ്ദേഹം സജീവമായിരുന്നില്ല. ഇപ്പോൾ പരസ്യമായി അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? കിരൺ സാർ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഇത് കോൺഗ്രസ് അല്ലേ സാർ പ്രസ്ഥാനം? ഇവർ പഠിക്കൂല സാർ. കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത്. കേവലം 2 നിയമസഭാ മണ്ഡലം, ഒരു പാർലമെന്റിൽ. കഴിഞ്ഞ കാലത്ത് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 3-4 നിയമസഭാ ഇലക്ഷനുകൾ കഴിഞ്ഞു. അവിടെയൊക്കെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? കേരളത്തിൽ അല്പമെങ്കിലും സ്ഥിതി മെച്ചമാണ് കോൺഗ്രസിന്റെ. ആ കേരളത്തിൽ ഇവർ കലഹിക്കുകയാണ് സാർ. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെല്ലാം ഏകപക്ഷീയമായ തീരുമാനമെന്ന് അന്നം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ വി.ഡി. സതീശനും ഷാഫിയും ഒരു ഗ്രൂപ്പും സുധാകരനും മറ്റുള്ളവരും മറ്റൊരു ഗ്രൂപ്പും കോൺഗ്രസ് അടിച്ച് തകരുവാണ് രാജ്യത്ത് സാർ. കോൺഗ്രസ് കേരളത്തിൽ അങ്ങനെ കോൺഗ്രസിന് അത്രയുള്ള അവസ്ഥ കുഴപ്പങ്ങളുണ്ടോ? അവർ സാമാന്യം മെച്ചപ്പെട്ട പ്രകടനമൊക്കെ അല്ലേ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഈ ഉപതെരഞ്ഞെടുപ്പായാലും ഒക്കെ? അതൊക്കെ ശരിയാ സാർ. മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ട് കോൺഗ്രസിന് മെച്ചപ്പെട്ട പറയാൻ കഴിയുമോ ശ്രീ ബാലകൃഷ്ണൻ? ലീഗ് ഉള്ളത് കൊണ്ടാണോ ഈ സ്ഥലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ എവിടെയാണ് ലീഗിന് ഇത്രയ്ക്ക് സ്വാധീനമുള്ള സീറ്റുകൾ? തിരുവനന്തപുരത്തോ, കൊല്ലത്തോ, പത്തനംതിട്ടയിലോ, ആലപ്പുഴയിലോ, കോട്ടയത്തോ, എറണാകുളത്തോ, എവിടെയാണ് ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം? വലിയ സ്വാധീനം എന്തിനാ സാർ? ലീഗ് വോട്ട് കൊണ്ട് ജയിച്ചു എന്നൊക്കെ കോൺഗ്രസ് അതെങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണൻ? അത് ഏത് കണക്കാണ് ബാലകൃഷ്ണൻ? ചെറിയ സംശയം. ശ്രീ ബാലകൃഷ്ണൻ നിരന്തരം ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ചെറിയ സംശയം. ഈ ഞാൻ പറഞ്ഞ ഏതെങ്കിലും മലബാർ ജില്ലകളെ പൂർണ്ണമായിട്ട് ഒഴിച്ചു നിർത്തുക. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ലീഗ് ഉള്ളത് കൊണ്ടാണോ കോൺഗ്രസ് ജയിക്കുന്നത്? അവിടെയൊക്കെ കോൺഗ്രസിന്റെ UDFന്റെ ഭൂരിപക്ഷം എത്ര വലുതായിരുന്നു? ആ ഭൂരിപക്ഷമൊക്കെ ലീഗിനാകെ അത്രയും വോട്ട് തന്നെ കാണുമോ ഈ സ്ഥലങ്ങളിലൊക്കെ? എന്താ സാർ ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ മുനമ്പം വിഷയത്തിൽ വിഷയമൊന്നുമില്ല. ഞാൻ ബാലകൃഷ്ണൻ വളരെ ഡയറക്റ്റ് ആയ ചോദ്യം. ബാലകൃഷ്ണൻ എപ്പോഴും കോൺഗ്രസിനെ ചാരുമ്പോൾ ഈ ലീഗിന്റെ ആരോപണം ആദ്യമായിട്ടല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനത് വളരെ കൃത്യമായി ചോദിച്ചാണ്. ലീഗ് കോൺഗ്രസ് നിർണായമൊക്കെയാണ് പല സ്ഥലങ്ങളിൽ. പക്ഷേ കോൺഗ്രസ് ജയിക്കുന്ന എല്ലായിടത്തും ലീഗ് ഉള്ളതുകൊണ്ടാണ് ജയിക്കുന്നത്. അത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്? സാർ, കേരളത്തിൽ ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല സാർ. അതെ, ഞാനതാ ചോദിച്ചത്. എറണാകുളം മുതൽ ഈ തിരുവനന്തപുരം വരെയുള്ള ഏത് ലോക്സഭാ മണ്ഡലത്തിലാണ് ലീഗിന് ഇത്രയേറെ വോട്ടുള്ളത്? അവർക്ക് അവിടെയും ഉണ്ട് നിർണായക വോട്ട്. എവിടെയാണ് അത്? ഏത് മണ്ഡലമാണ്? പേര് പറയൂ. താങ്കൾ പേര് പറയൂ. ഏത് മണ്ഡലത്തിലാണുള്ളത്? കോട്ടയത്തില്ലേ? കോട്ടയത്ത് ലീഗിന്റെ വോട്ടിന്റെ കൊണ്ടാണോ ജയിക്കുന്നത് കോൺഗ്രസ്? അവരുടെ ഭൂരിപക്ഷത്തിന്റെ പകുതിയുടെ 4 വോട്ട് കാണില്ലല്ലോ ലീഗിന് ആകെ കോട്ടയത്ത്. ശരി, ഓക്കെ. താങ്കൾ ഒരേ അഭിപ്രായം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലീഗ് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായക ഘടകം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ എല്ലായിടത്തും ലീഗ് ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കടന്ന കൈയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കണക്കല്ല അതിലുള്ളത്. അത് സ്വാഭാവികമായും പല ഘട്ടത്തിലും ഈ BJP ഒക്കെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം തന്നെയാണ് താങ്കളും ആവർത്തിക്കുന്നത്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ചാണ്ടി ഉമ്മനെ മുൻനിർത്തി വി.ഡി. സതീശനെതിരെ രമേശ് ചെന്നിത്തലയായാലും മറ്റ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആയാലും നടത്തുന്ന ഒരു നീക്കം കൂടി ഇതിൽ മണക്കേണ്ടതുണ്ടോ? ശ്രീ ശശിധരൻ പറയാം. നമസ്കാരമുണ്ട്. അതെ, ഇവര് നന്നാകൂല കിരണേ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് 10 വർഷമാകാൻ 9 വർഷമാകാൻ പോണു ഇവര് ഭരണത്തിൽ നിന്ന് മാറി നിന്നിട്ട്. ഇവർ ഈ നിലയ്ക്ക് പോയാൽ ഇനിയും ഒരു 5 വർഷം കൂടി ഒരു പുറത്തിരിക്കേണ്ടി വരും. ഒരു 15 വർഷം തയ്ക്കേണ്ടി വരും ഇവർക്ക്.
കാരണം എന്ന് പറഞ്ഞാൽ CPM-ൽ ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോൾ ഇവർക്ക് അശേഷം തലയ്ക്കകത്ത് വല്ല വെളിവുണ്ടോ? ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഒന്നുമില്ല. ഈ മുഴുവൻ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഈ സർക്കാർ എന്തെല്ലാം ജനദ്രോഹ നടപടികളുണ്ട്. ഇവര് വൈദ്യുതി ചാർജ് പറഞ്ഞൊക്കെ സമരം ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട് എന്തായി? ഇപ്പൊ അവർ തമ്മിലടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവരൊരു കാലത്തും നന്നാകാൻ പോകുന്നില്ല. ഇവിടെയുള്ള ഈ ഇതൊക്കെ അടിച്ചു കളിച്ച് കളഞ്ഞേച്ച് വല്ല തലയ്ക്ക് വിവരമുള്ള വല്ല നേർത്തായിട്ടുള്ളവർ പറഞ്ഞു എല്ലാം താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ പ്രദീപാണ് ചേരുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഈ ചാണ്ടി ഉമ്മന്റെ ഇപ്പോഴത്തെ ഈ പരസ്യമായ പ്രതികരണത്തെ? കിരൺ, നമ്മുടെ ഇത് ഈ കോൺഗ്രസ്സിൽ ഒരാൾ അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ ശരാശരി ഒരു മലയാളിയെ ബാധിക്കുന്നതാണോ മിസ്റ്റർ കിരൺ? നമുക്ക് തന്നെ ഈ ഒരു കാരണവശാലും ഇത് ഇന്ന് നോക്ക്, ഇന്ന് ഒരു വഴക്ക് പറയും, നാളെ അവർ ഒന്നായിട്ടിരിക്കും. ഇതൊന്നും ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നീറുന്ന എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് മിസ്റ്റർ കിരൺ. എനിക്ക് അറിവിടാൻ വയ്യ മിസ്റ്റർ കിരൺ. താങ്കൾ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ആളാണ്ടാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞോളൂ, ഒരു ഇന്ന വിഷയം ഉണ്ടായിരുന്നു, ആ വിഷയം ഇന്ന് എടുക്കേണ്ടതല്ലേ എന്ന് താങ്കൾ ചോദിച്ചോളൂ. നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പരിഗണിക്കാം. ഞങ്ങൾക്ക് അങ്ങനെ താങ്കളോട് എതിർപ്പൊന്നുമില്ല. താങ്കൾ ബംഗ്ലാദേശുമായിട്ട് നടക്കുന്ന ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അതാണോ ഇപ്പൊ കേരളത്തിൽ ഇന്ന് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട വിഷയം? ബംഗ്ലാദേശിലെ ഇന്ത്യയായിട്ടുള്ള വിഷയമാണോ? ഒരു ദിവസം പോലും താങ്കൾ ഒരു ചർച്ചയ്ക്ക് എടുത്തില്ല. പിന്നെ താങ്കൾ വേണമെങ്കിൽ ഈ താങ്കൾക്ക് ഒരു പ്രത്യേക ആൾക്കാരെടുത്ത് പ്രിയമുള്ളതുകൊണ്ട് താങ്കൾ അവർ പറയുന്ന എല്ലാം കേട്ടു കൊടുക്കും. ഇപ്പൊ ചെകുവരയുടെ മച്ചമ്പിക്കാരൻ തിരുവനന്തപുരത്തുകാരുണ്ട്, അവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും താങ്കൾ അയാൾക്ക് സപ്പോർട്ട്. ഇതേ പരാതി തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ ഫ്ലോ കളയുന്നു ഒക്കെയാണ് പുള്ളി പറയുന്നത്. എല്ലാ പാർട്ടിക്കാർക്കും ഈ ഏതെങ്കിലും ഒരു പാർട്ടിയെ തന്നെ വിശ്വസിച്ച് അതിനുവേണ്ടി മാത്രം അഭിപ്രായം പറയുന്നവർക്ക് എല്ലാം പറയുന്നത് അവർക്ക് ഞങ്ങൾ എതിരാണെന്നാണ് പറയുന്നത്. ഞാനതിനെ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. മിസ്റ്റർ കിരൺ, ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ഞാനിത് പറയാൻ കാര്യം എന്ന് പറയാം മിസ്റ്റർ കിരൺ, നാലാമത്തെ, അതായത് ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണാണ് മാധ്യമ പ്രവർത്തകരും മാധ്യമവും. നിങ്ങളിൽ നിന്നാണ് ജനങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ കിട്ടുന്നതേ. ഇപ്പൊ ഞാൻ പോലും വിളിച്ചു പറയുന്നത് എനിക്ക് പ്രതിഷേധമാണ്. ഞാൻ ഈ വിളിച്ചു പറയുന്നത് എന്റെ നല്ല ചില കാര്യങ്ങൾ നമ്മൾ നല്ലത് പറയും. എനിക്ക് ഇവിടുത്തെ ഭരണാധികാരികളെ കുറിച്ചേ കുറ്റം പറയാൻ പറ്റൂ. താങ്കളെ പോലെയുള്ളവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ജനങ്ങൾക്ക് നമ്മുടെ നാട് എന്തുകൊണ്ട് നശിച്ചു പോകണമെന്ന് അറിയാമോ? നമ്മൾ അനാവശ്യമായ വിഷയങ്ങളാണ് എടുത്തെടുത്ത് പറയുന്നത്. എന്തായാലും ഞാൻ താങ്കളോട് എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെയാണ് പറയാറുള്ളത് എപ്പോഴും. പറയുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. എല്ലാത്തരം ആൾക്കാരും വിളിക്കുന്നതാണ്. അതൊക്കെ പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഈ പൊതുവേദി നടത്തുന്നത്. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സൂഫിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂഫി, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണം നടത്തിയതിന് പിന്നിൽ കോൺഗ്രസിലെ മറ്റൊരു വിഭാഗീയ നീക്കമൊക്കെ ഉണ്ടോ? എന്റെ അഭിപ്രായം ഉണ്ടാകുന്നതല്ലേ. കാരണം ചാണ്ടി ഉമ്മന് മാത്രമല്ല, KPCC പ്രസിഡന്റായിരുന്ന സുധാകരൻ തന്നെ, പിന്നെ KPCC രമേശ് ചെന്നിത്തല, മറ്റേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഓർമ്മയില്ലാതിരിക്കാൻ എന്താണ്? കേരളത്തിലെ കേന്ദ്രമന്ത്രിയും ദീർഘകാലം കോൺഗ്രസിന്റെ നേതാവും ഒക്കെ ആയിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയല്ലേ അദ്ദേഹം പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറ്റേ ഇതിന്റെ ഒരു ബില്ല് പാസ്സാക്കിയപ്പോ നിയമസഭയില് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ പാസ്സാക്കിയില്ല. പിന്നെ ഒരു ബില്ലിനാ കേന്ദ്രത്തിന്റെ ഒരു ബില്ല്. പിന്നെ അപ്പൊ അത് എതിരെ പാസ്സായപ്പോ മുല്ലപ്പള്ളി പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങള് പ്രതിപക്ഷമായിട്ട് കൂട്ടത്തിൽ ആ ബില്ല് പാസ്സാക്കേണ്ടതില്ലായിരുന്നു എന്നാ പറഞ്ഞത്. ഏതാ പ്രമേയം പാസ്സാക്കേണ്ടതില്ലായിരുന്നു. CF എന്നതാ പറയാ നമ്മളെ അതല്ലേ. ഇതിൽ അഭിപ്രായം പറയൂ. ഈ ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയണം, തുറന്നു പറയണം. ശ്രീ പോത്തൻകോട് നിന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ചാണ്ടി ഉമ്മന്റെ ഈ പരസ്യ പ്രതികരണത്തെ കുറിച്ച്? എനിക്ക് തോന്നണാരും പറയാതിരിക്കുന്നതാണ് നല്ലത്. ലജ്ജ തോന്നണത്. പിന്നെ അല്ലാതെ പറയാനാ ഈ നാണം കെട്ടവന്മാര് ഈ ഇത്രയും ഒരു ലോട്ടറി അടിച്ചണക്കുള്ള ഒരു ചാൻസ് ആണ് ഇപ്പൊ അവന്മാർക്ക് വന്ന് കിടക്കുന്നത്. അത് മുതലാക്കാനുള്ള കഴിവില്ലാത്തവന്മാരായി പോയെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണെന്ന് ആലോചിക്കണം. അധികാരത്തിന് വേണ്ടി തമ്മിലടിയും അപരാധം പറച്ചിലും അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടെങ്കിൽ 9 പേര് ഇപ്പോഴേ ഉടുപ്പം തെച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് അടിച്ചു നേടുമോ അവനെടുക്കാമെന്നുള്ളതാണ് അവന്മാരെ ധാരണ. പക്ഷേ ഇതുപോലൊരു ഗതികെട്ടൊരു പാർട്ടി ചുമ്മയാണ് ഇതിങ്ങനെ ചന്ന ഭിന്നമായി പോയത്. ഇപ്പൊ മുതൽ ഇസത്ത് വരെ ആയി. ഇനി എങ്ങോട്ടാണ് പോണെന്ന് അറിയാൻ പറ്റുന്നില്ല. യുവമാർക്ക് ലജ്ജയില്ലേ? ആളുകളെ ഫേസ് ചെയ്യേണ്ടേ? ശ്രീ ദാസൻ കൂടി ചേരുന്നു. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇടക്കാലമായി കോൺഗ്രസിൽ അടങ്ങിയിരുന്ന ഒരു ഗ്രൂപ്പിസം മുളവൊക്കുന്നതിന്റെ സൂചനയാണോ, അതോ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അഭിപ്രായ പ്രകടനമായി കണ്ട് അതിനെ ആ തരത്തിൽ കാണേണ്ടതേ ഉള്ളൂ?
അല്ല, അതിപ്പോ പ്രതിപക്ഷ നേതാവായിട്ട് ഈ സതീശൻ വന്നേരം മുതലേ അങ്ങനെ ഒരു ചെന്നിത്തലേന്റെ ഒരു ഗ്രൂപ്പിസം ഉണ്ട്. പക്ഷെ എനക്ക് പറയാനുള്ള ഈ ചാണ്ടി ഉമ്മൻ പല കാര്യങ്ങളിലും ഒരു പക്വതയില്ലാതെ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അയാൾ കുറച്ചുകൂടെ പക്വമായി ചെറിയ കുട്ടിയല്ലേ. ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ആശ്രിത നിയമനായതൊക്കെ ഉമ്മൻചാണ്ടിയുടെ മോനായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ സീറ്റ് കിട്ടുകയില്ല. അപ്പൊ ആ കുട്ടി കോൺഗ്രസിന് നല്ലൊരു അവസരം വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ കണക്കിന് പോയാൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല. ഇവർ ഈ ഗ്രൂപ്പിസം തന്നെയാണ് ഇവരെ നാശം. ഈ ചെന്നിത്തലയായിരുന്നു ഈ VD സതീശനെക്കാട്ടും പ്രതിപക്ഷ നേതാവായി യോഗ്യതെന്ന് എന്റെ അഭിപ്രായം. പക്ഷെ എന്തായാലും കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം നമുക്ക് അധികം പറയാനില്ല. ഇത് തമ്മിത്തച്ച് പിരിയാണ്ട് എല്ലാവർക്കും നിന്നാലും ഇവർക്ക് നല്ല, അല്ലെങ്കിൽ നാട്ടുകാർ ചിരിക്കും. ശരി, ശ്രീരാജനാണ് കൊല്ലത്ത് നിന്നും ചേരുന്നത്. സ്വാഭാവികമായും ശ്രീരാജന് തനത് ശൈലിയിൽ നല്ല അഭിപ്രായമൊക്കെ പറയാൻ ഉള്ള ഒരു വിഷയം കൂടിയാണ്. താങ്കൾക്ക് താല്പര്യമുള്ള വിഷയം കൂടിയാണ്, വിഷമമുള്ള വിഷയമല്ല. എങ്ങനെയാണ് താങ്കൾ ചാണ്ടി ഉമ്മന്റെ ഈ നീക്കത്തെ കാണുന്നത്? ഞാൻ പറയുന്നത് സാർ ശ്രദ്ധിച്ചു കേൾക്കണം, അത് കഴിഞ്ഞ അഭിപ്രായം പറയാവൂ. ഇടയ്ക്ക് ഇടപെടേണ്ട രീതിയിൽ പറഞ്ഞാളരുത്. ഇല്ല, ഞാൻ തെറിയൊന്നും പറയത്തില്ല. ശരി, അപ്പന് പിന്നെ ISRO കള്ളക്കേസ് ചാരക്കേസ് ഉണ്ടാക്കി ആ നമ്പിനാരായണനെ പിടിച്ച് ജയിലിലിട്ട് ഇടിച്ചു, എന്നിട്ട് കരുണാകരനെ ഇറക്കി വിട്ട് മുഖ്യമന്ത്രിയായി. അതുപോലെ തന്നെ എന്നിട്ട് അവസാനം പുള്ളി എന്നിട്ട് പുണ്യാളായി ഇപ്പം വിശ്രമിക്കുന്ന അവിടെ. അതുപോലെ തന്നെ ഈ പുള്ളിയും എന്റെ അഭിപ്രായത്തിൽ വല്ല ചാരക്കേസൊക്കെ ഉണ്ടാക്കി ആ സുധാകരനെയും പിന്നെ നമ്മുടെ VD സതീശനെയും ഒക്കെ ജയിലിലിട്ടേച്ച് പുള്ളി മുഖ്യമന്ത്രിയാകുന്ന ഒരു കാലം വരും. അന്നേരം നിങ്ങൾ കണ്ടു. എന്നിട്ട് അവസാനം പുള്ളിയും പുണ്യാളനാവും. അത് താമസിയാതെ നമുക്ക് കാണാം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിലെ തർക്കത്തെ കാണുന്നത്? കോൺഗ്രസ് പണ്ട് പോലെ ഇങ്ങനെയാന്ന് ഞാനൊക്കെ അറിയുന്ന ആ കരുണാകരന്റെ കാലത്തും അതുമുതലേ നമുക്ക് അറിയത്തുള്ളൂ. അതിന് മുമ്പുള്ളവരെയും നമുക്കറിയത്തില്ല. നമുക്ക് അതിനുള്ള പ്രായമില്ല, അന്ന് നമ്മൾ ജനിക്കാത്ത കാരണേ. അപ്പൊ അന്ന് പോലെ കോൺഗ്രസിന് ഈ തർക്കങ്ങളുള്ളൂ. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കരുനാഗപ്പള്ളിയിലെ പിള്ളേരെല്ലാം കിടന്ന് അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ടെന്ന് കേട്ടോ. CPM-ല് മറ്റേ നമ്മുടെ MAVB താത്വികാചാര്യനൊക്കെ വന്നിട്ട് അടിയൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കോടിയേരിയുടെ മക്കളെ ഒക്കെ പിടിച്ച് രാഷ്ട്രീയത്തിൽ നിർത്തിയിരുന്നെങ്കിൽ അവരും അടി കൂടിയാനേന്നേ. ഇത് മക്കളെ നിർത്താത്തതുകൊണ്ടല്ലേ, മക്കളെ നിർത്തുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവരുടെ മറ്റേ CPM-ൽ അത് പറ്റാത്തതുകൊണ്ടല്ലേ. ആ കോടിയേരിയുടെ ആ പാവം 2 മക്കളും ഇപ്പൊ പാവം നിലം തൊടാതെ നടക്കുമല്ലേ പാവങ്ങള്. അതിനൊക്കെ മത്സരിച്ചോ? ഇല്ലല്ലോ. അത് ഇപ്പൊ കോൺഗ്രസിനെ കണ്ട് പനിക്കേണ്ട കാര്യമില്ലെന്നേ. കോൺഗ്രസിനെ കണ്ട് ആരും വിഷമിക്കേണ്ടെന്ന്. CPM-ലും മക്കളെയൊക്കെ നിർത്തി അടിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ മരുമക്കളെ എല്ലാ പാർട്ടിയിലും ഇല്ലേ? കോൺഗ്രസിലും BJP-ലും അതിനായിട്ട് കുറവുണ്ടോ? അതിപ്പോ കോൺഗ്രസിൽ ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ പിള്ളേർ അവര് കിടന്ന് അടി കൂടിക്കോട്ടെ. അതിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് BJP-ലും കോൺഗ്രസിലും അല്ലേ? അതേന്നെ, അതിലൊക്കെ കിടന്ന് അടി കൂടിട്ടെന്നേ. അവര് പിന്നെ നേരാക്കിക്കോളുന്നേ. നമുക്ക് ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രഷറുണ്ട്. ശ്രീ ഡേവിസ് ആണ്. ശ്രീ ഡേവിസ്, താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരിക്കലും ഈ സംസ്ഥാനത്ത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷെ ഞാൻ ഇന്ന് കണ്ട ഏറ്റവും വലിയൊരു വാർത്ത, ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, വയനാട്ടിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട ആളുകൾക്ക് 100 വീട് പണിത് കൊടുക്കാമെന്ന് ഒരു സർക്കാർ പറഞ്ഞിട്ട് ആ കത്തിനൊരു മറുപടി കൊടുക്കാൻ പോലും കേരള സർക്കാരോ അതിന് തയ്യാറാവാത്ത ഒരു ദയനീയമായ ഒരു അവസ്ഥ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഈ അത്തരം വിഷയങ്ങളാണ് നമ്മൾ ഈ വയനാട് വിഷയം ഒരുപാട് ദിവസം ചർച്ച ചെയ്തതാണ് ശ്രീ ഡേവിസ്. നമ്മൾ പല ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഒരു വിഷയമായി എടുത്താൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം വയനാട് വിഷയമാണ്. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഇന്നത്തെ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ സ്വാഭാവികമായും ആ വിഷയം ഒരുപാട് ദിവസം ചർച്ച ചെയ്ത വിഷയമാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ 2 ദിവസം കർണാടക സർക്കാർ മുഖ്യമന്ത്രി കൊടുത്ത കത്ത്, അതായത് ഞങ്ങൾ 3 മാസമായി ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി പോലും കിട്ടിയില്ല എന്ന് പറയുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം 100 വീട് എന്ന് പറയുന്നത് 100 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ളതാണ്. ഒരു വീട് പോലും പണിയാൻ പറ്റാത്ത കേരള സർക്കാരാണ് ഇങ്ങനെ സൗജന്യമായി ഭൂമി മേടിച്ച് വീട് പണിത് കൊടുക്കാമെന്ന് പറയുന്ന ഒരു കത്തിന് മറുപടി കൊടുക്കാത്തത്. വിഷയങ്ങളാണ് കുറച്ചുകൂടി ചർച്ച ചെയ്തതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കൂടുതൽ ശ്രദ്ധിക്കാം. സ്വാഭാവികമായിട്ടും താങ്കളുടെ അഭിപ്രായത്തെ ഞങ്ങൾ വിലമതിക്കുന്നു പ്രത്യേകമായി തന്നെ. ശ്രീ അഹമ്മദാണ് കോഴിക്കോട്. കുഞ്ഞഹമ്മദാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറയൂ. എനിക്ക് 3 മിനിറ്റ് തരണം. 3 മിനിറ്റ്? അത് ഇത്തിരി കൂടുതലല്ലേ? നിങ്ങൾക്ക് ഇന്ത്യക്കാകെ മാറിയായ ഒരു ചാനലാണ് നിങ്ങള്. അതൊക്കെ ശരി. അങ്ങനെയൊക്കെ പോയിട്ട് പറഞ്ഞു 3 മിനിറ്റ് വരെ പ്രയാസമായിരിക്കും നമുക്ക്. പത്രം കൂടി അച്ചടിക്കുന്നതിന് മുമ്പിട്ട് ജനങ്ങൾക്ക് അന്നേരം വാർത്ത എത്തിക്കുന്ന ചാനലാണ് നിങ്ങൾ. എന്തായാലും എളുപ്പം പറഞ്ഞോളൂ, വിഷയം പറഞ്ഞോളൂ. വിഷയം വെച്ചാൽ ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ MK രാഘവന്റെ കോല ഇന്ന് കണ്ണൂർ കത്തിച്ചിട്ടുണ്ട്. അതോകൂടി നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയരാക്കേണ്ടിയായിരുന്നു. അതാ വിഷയം.
ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ ഒരാളെ കോലം കത്തിക്കാന്ന് പറഞ്ഞാൽ അതാളെ കൊല്ലണ സമ അത് ഇന്ന് അങ്ങനെയൊന്നുമില്ല. കോലം കത്തിക്കലൊക്കെ കേരളത്തിൽ കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇവിടെ ഇരുന്ന മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ എത്രയോ തവണ മരിക്കേണ്ടതായിരുന്നു. കോലം കത്തിക്കലൊക്കെ ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണെന്നൊക്കെ കണക്ക് കൂട്ടിയാൽ. ഒരു പാർട്ടി നേതാവിനെ കത്തിക്കുന്നതാണ് ഭയങ്കര വിഷമമുണ്ട് മറ്റുള്ള പാർട്ടികൾ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ഇന്ത്യയിൽ ജോർജ് ബുഷിന്റെ കോലം വരെ ഏറ്റവും കൂടുതൽ കത്തിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ എന്നൊക്കെ തമാശയായിട്ടൊക്കെ ആളുകൾ പറയുമായിരുന്നു. കോലം കത്തിക്കുന്നതിനൊന്നും അങ്ങനെ കാണേണ്ടതില്ല. അതൊരു പ്രതിഷേധ മുറയാണ്. അല്ലാതെ അതിന് ആ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു ഇതല്ല ഒരു കോലം കത്തിക്കുന്നത്. അതിനെ അങ്ങനെ വൈകാര്യമായി കാണേണ്ട അവസ്ഥയും ഉള്ളതല്ല. ശ്രീ പ്രേമനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾ എങ്ങനെയാണ് ഈ ചാണ്ടി ഉമ്മൻ കോൺഗ്രസിൽ എല്ലാവരും ഇപ്പോൾ അങ്ങനെ വലിയൊരു പരസ്യമായ പ്രതികരണത്തിലൊക്കെ മാറി നിൽക്കുന്ന സമയത്താണ് ചാണ്ടി ഉമ്മനെ പോലെ ഒരു യുവ നേതാവ് അത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്? അത് സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടായ ഒരു വൈകാരിക പ്രതികരണമാണോ അതോ അതിനപ്പുറത്തേക്ക് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവർ നേതൃത്വത്തിൽ പിടിമുറുക്കുന്നതിനെതിരായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണോ? ഇത് ഇവർ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പുറത്ത് പറയാൻ പാടില്ല. അത് ഉള്ളിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ട സാധനങ്ങളാണ്. പിന്നെ ഇവര് കാര്യം വെച്ച് കഴിഞ്ഞാൽ കൊട്ടയിലും ഞണ്ടിനിട്ട പോലെ ഒരാൾ കയറി വരുമ്പോൾ അതിനെങ്ങനെ പിടിച്ച് താത്താനാണ് നോക്കുക. അതാണ് ഇവർ ഏറ്റവും വലിയ പ്രശ്നം. ഈ ചർച്ചകളിലൊന്നും മീഡിയയിലോ വേറെയോ വന്ന് ചർച്ച ചെയ്യാൻ പാടില്ല. ഈ പാർട്ടി തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. ബാക്കിയുള്ള പാർട്ടികളിൽ നോക്കിയിട്ട് BJP ആയാലും മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞാലും എല്ലാം അവർ അതിന്റെ ഉള്ളിൽ അച്ചടക്കത്തോട് ചെയ്യുന്നത്. ഇവര് മാത്രം ഇതിങ്ങനെ പരസ്യമായിട്ട് മറ്റൊരാളാണ് ഇതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളൊരു സംസാരമാണ്. അത് എന്നെ ഇവർ ശ്രദ്ധിക്കേണ്ടത്. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ ചാണ്ടി ഉമ്മന്റെ അഭിപ്രായ പ്രകടനത്തെ കാണുന്നത്? ഈ പോത്തങ്കോടുള്ള ഉണ്ണികൃഷ്ണൻ പറഞ്ഞ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത്തരത്തിലൊരു അവസരം കിട്ടിയ ശേഷം യുവമാർ ഇതേ കണക്ക് നന്നാവാത്ത ഒരു പാർട്ടി. ഞാനൊരു വലിയൊരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ചിന്താധിക്കാരനാണ്. പക്ഷെ എന്റെ മനസ്സിൽ മാർക്സിസം ഉണ്ട്. പക്ഷെ ഒന്ന് മാറി കിട്ടി ഭരണമെന്ന് ആഗ്രഹിച്ചിരിക്കുക. പക്ഷെ ഇങ്ങനെ ആ പോത്തങ്കോട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ 9 മുഖ്യമന്ത്രിമാരുമായിട്ട് നിൽക്കുക, ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടും നല്ല വൃത്തിയായിട്ട് ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രതിപക്ഷം പോലെ നിന്ന് എന്തൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുക. എന്തിനു പറയുന്നു, ഏറ്റവും അവസാനം ആ ADM-ന്റെ വിഷയം പോലും അതുമൊക്കെ കളഞ്ഞിട്ട് പോയിരിക്കുക. ആ ചേച്ചി ആ തലശ്ശേരി ചേച്ചി ഒറ്റയ്ക്കായിരിക്കുക. ഇവരൊക്കെ ആദ്യം കാണിച്ചത് എന്തൊക്കെയായിരുന്നു. ഇന്നിപ്പോ കോടതി പറഞ്ഞിരിക്കുക വഞ്ചൂർ ഏരിയ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതി തന്നെ പറഞ്ഞിരിക്കുക ഈ സൈസ് പരിപാടി കാണിക്കരുത്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച് എങ്ങനെയെങ്കിലും ആക്കാനുള്ളതിന് പകരം ഉമ്മൻചാണ്ടി ഈ പറഞ്ഞ കണക്ക് ഡൈയും കാണാക്കി ചെറിയ ചാണ്ടി ഉമ്മനൊക്കെ പരിപാടികൾ കൊണ്ട് നടക്കുന്നത്. ആ ചാണ്ടി ഉമ്മനൊക്കെ അട്ടറാക്കി ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങ് തോക്കെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയുന്ന അത്ര നമ്മൾ അദ്ദേഹത്തെ പറയാം. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ 10-20 വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ സജീവമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ നമ്മളങ്ങനെ ഡൈ ഹാർനസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ടതില്ല. മനസ്സിലായി. നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരാളെ പെട്ടെന്ന് വന്ന് ഒരാളെ മത്സരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഒരു രാഷ്ട്രീയ പരിചയമില്ലാത്ത ശരി, മനസ്സിലായി. എന്തായാലും നമുക്ക് നമുക്കൊക്കെ ഒരുപാട് രൂപകൾ കിട്ടാനുണ്ട്. സർവീസ് പെൻഷൻ രൂപയൊക്കെ ഒരുപാട് കുടിക്കുക കിടക്കുന്നത്. ആ പ്രസവിച്ച് ചെന്നിട്ട് ആ കുടിശ്ശിക കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെല്ലുമ്പോഴത്തേക്കും പെൻഷൻ പോലും പാർക്കിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. 1-ാം തീയതി ചെന്ന് കഴിഞ്ഞാൽ 2 മണിയായാലും പെൻഷൻ കിട്ടുന്നില്ല. ഈ സ്ഥിതിയിലേക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്താവും? 1458 സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ വാങ്ങിച്ചോ അതിന്റെ കൂടെ 1600 രൂപ പെൻഷൻ കൂടെ വാങ്ങിക്കുന്നു. ഇതിനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി രൂക്ഷമായി. നമുക്ക് പേട്ടമലയിൽ നിന്നും ശ്രീ രതീഷാണ്. രതീഷ് പേട്ടമല. ശ്രീ രതീഷ് പേട്ടമല, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പേട്ടമല അല്ല കേട്ടോ, പെട്ടമലയാണ്. പെട്ടമല. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പെട്ടമല കൃത്യമായി പറയാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു കിട്ടുന്നതുമാണ്. ശരി, പറഞ്ഞോളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ അതേ അപ്പച്ചന്റെ അതേ മുഖച്ഛായയും എല്ലാ പ്രകൃതവും എല്ലാ കാര്യങ്ങളും കിട്ടിയ ആളാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ. ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ ഒരു നേതാവാണ്. പക്ഷെ ആ ഒരു ക്രെഡിബിലിറ്റിയുടെ പുറത്ത് മാത്രമാണ് ചാണ്ടി ഉമ്മൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ള പാർട്ടിയിലേക്ക് വന്നു പ്രവർത്തിച്ചു. ജനങ്ങള് അപ്പച്ചനെ ഓർത്തും കൂടി വോട്ട് ചെയ്ത ഒരുപാട് വോട്ടുകൾ ഉണ്ട്. അങ്ങനെയാണ് ജയിപ്പിച്ചത്. ശരിയല്ലേ? പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ജയിപ്പിച്ചു വിട്ടു. അതനുസരിച്ച് പോയിട്ട് ഇവിടെ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ VS നിന്നിരുന്ന സമയത്താണ് ഏറ്റവും വലിയ പ്രതിപക്ഷം കേരളത്തിലുണ്ടായത്. എന്ത് കാര്യങ്ങളും ചൂണ്ടിക്കാട്ടാൻ പറ്റിയത്. ഇതിപ്പോ രമേശ് ചെന്നിത്തല സാറ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒരു കാര്യങ്ങളും നടന്നില്ല. അത് കാരണം തുടർ ഭരണം LDF തന്നെ പോയി. VD സതീശൻ ആയിരിക്കുമ്പോഴും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതിനിടയിൽ ഈ പടലപ്പിണക്കങ്ങളൊക്കെ നാട്ടുകാർ മൊത്തത്തിൽ അറിയുന്ന രീതിയിൽ അത് കോൺഗ്രസിന്റെ വ്യക്തമാണ്.
പുറത്തു നിന്നും ശ്രീ വിക്രമൻ നായർ കൂടി ചേർന്നു. ശ്രീ വിക്രമൻ നായർ, എങ്ങനെയാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ചാണ്ടി ഉമ്മനെ നീക്കത്തെ കാണുന്നത്? സ്വാഭാവികമായ ഒരു അഭിപ്രായ പ്രകടനം ആയി കണ്ടാൽ മതിയോ, അതോ അതിനപ്പുറത്തേക്കുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഒക്കെ മാനങ്ങൾ അതിനുണ്ടോ? നമസ്കാരം. നമസ്കാരം. താങ്കളെ ടി വി ഒന്ന് മ്യൂട്ട് ചെയ്യുവോ? കിരൺ സാർ പറഞ്ഞോളൂ. കിരൺ സാർ, ഞാൻ ഇതിനു മുമ്പ് 3 തവണ വിളിച്ചായിരുന്നു, ഒരുപാട് തവണ വിളിച്ചു. അയ്യോ, അത് ഈ ഒരുപാട് പ്രേക്ഷകർ വിളിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കിട്ടാതെ പോകുന്നതാണ്. വേറൊന്നാണ്, ഈ 3 തവണ കിട്ടുമ്പോഴും കിരൺ താങ്കളാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. എന്തായാലും സന്തോഷം. എന്തായാലും താങ്കൾ പറയൂ, അഭിപ്രായം പറയൂ. എവിടെ പിറവത്ത് താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഒരു ട്യൂഷൻ മാസ്റ്ററായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാതെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നു. സാറ് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പറഞ്ഞോളൂ. ഞാൻ ഇപ്പൊ ട്യൂഷൻ മാസ്റ്റർ ആയിരുന്നു. താങ്കളെ ടി വി മ്യൂട്ട് ചെയ്യാത്തോണ്ടാണ് താങ്കൾക്ക് കൃത്യമായി പറയാൻ കഴിയാതെ പോകുന്നത്. ശ്രീ റജിയാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ റജിയിലേക്ക് കടക്കും മുമ്പ് ദയവ് ചെയ്ത് ന്യൂസ് 18 പൊതുവേദിയിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ടി വി മ്യൂട്ട് ചെയ്ത ശേഷം വേണം സംസാരിക്കാൻ, അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് സംസാരിക്കാൻ കഴിയാതെ വരും. ശ്രീ രവി, താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. നമസ്കാരം. പക്ഷേ എൻ്റെ ഒരു ഒറ്റ അഭിപ്രായം പറയുന്നൊരു ഉമ്മൻചാണ്ടി സാറ് നല്ലൊരു സാറാണ്. അതായത് തമ്മിലടിക്കാണ്ട് മരിക്കട്ട് എന്നുള്ള ഒരൊറ്റ അഭിപ്രായം. തമ്മിലടിച്ചിട്ടില്ല, ഇത് നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു എന്നാ പറയണ്ടേ, നല്ലൊരു ഇതിലേക്ക് കടക്കട്ടെ. അതായത് നല്ലൊരു ഇതിലാകട്ടെ. തമ്മിലടി ഇത് ഒറ്റ സെക്കൻഡ്. അതായത് ഇത് നിങ്ങൾ കൊണ്ടുവന്ന നല്ലതായി. ഇനി ഇത് നമ്മളെ പോലുള്ള പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ട് നേതാക്കന്മാർ ഉൾക്കൊണ്ടിട്ടെങ്കിലും അവര് നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. ഇത്രേ സാറേ നമുക്ക് പറയാനുള്ളൂ. ശ്രീ പ്രദീപാണ് ചെറുതുരുത്തിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ വിഷയത്തെ കാണുന്നത്? സാറേ 2026 LDF തന്നെ വരുള്ളൂ. അതെന്താണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? 9 മുഖ്യമന്ത്രിമാർ ഇപ്പോഴും ഒരു ഷർട്ടും കുപ്പായവും തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഈ 9 പേർ? ഉമ്മൻചാണ്ടി ചെന്നിത്തല, സതീശൻ, മറ്റേ സുധാകരൻ, പിന്നെ ആരാളുള്ളത്, വേണുഗോപാല്, ഇനി അപ്പുറത്തും പഞ്ചായത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഇവരെങ്ങനെ ഗുണം പിടിക്കാനാ? ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ പണ്ടും കോൺഗ്രസ്? പക്ഷെ അവരെ അന്നും ജയിച്ചിട്ടൊക്കെ ഇല്ലേ? അന്ന് പിന്നെയും ഭേദമായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരൊക്കെ അല്ലായിരുന്നു. പക്ഷെ എന്തായാലും 26 LDF തന്നെ വരുള്ളൂ. ശരി, ഓക്കെ. എഴുതിച്ചോളൂ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ജോയി ആണ് ചവറയിൽ നിന്നും. ശ്രീ ജോയി, താങ്കൾ എങ്ങനെയാണ് ഈ ചാണ്ടി ഉമ്മന്റെ പ്രതികരണത്തെ കാണുന്നത്? സ്വാഭാവികമോ അസ്വാഭാവികമോ? ചാണ്ടി ഉമ്മന്റെ പ്രതികരണം യഥാർത്ഥത്തില് നല്ലത് തന്നെയാണ് ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ. കാരണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവർ പരസ്പരം ചെളിവാരി എറിഞ്ഞ് അടുത്തു വരുന്ന നിയമസഭയിൽ അവർ ദയനീയമായി പരാജയപ്പെടാനുള്ള ഒരു അവസരം അവർ തന്നെ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഈ ഉൾപാർട്ടി ജനാധിപത്യം അവര് നല്ല രീതിയിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കുകയാണെങ്കിൽ പബ്ലിക്കിൽ വരാതെ അവർക്ക് തീർച്ചയായിട്ടും അടുത്ത തവണ അവർക്ക് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഇന്ന് കേരളത്തില്. പക്ഷേ അവര് ഇത് കളഞ്ഞു. ശ്രീ ചന്ദ്രൻ നായരാണ് ചേരുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാർ, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇവർക്ക്, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിരിക്കുന്ന ഇവർക്ക് ജനങ്ങളോട് ഏതൊരു പ്രതിബദ്ധതയും ഇല്ല സാർ. ഇവർ ഈ കോലവും കത്തിച്ച് ഇറങ്ങിപ്പോക്ക്, പിന്നെ അതുകൂടാതെ തന്നെ വിഴിപ്പലക്കല്, ഇങ്ങനെ പോയാൽ മതിയോ? ജനങ്ങളോട് അവർക്ക് എന്താ വെച്ചാൽ എത്രയോ പ്രതിബദ്ധത വേണം. എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വോട്ട് ജനങ്ങളുടെ വാങ്ങിച്ചതല്ലേ? ചെറിയ വ്യത്യാസത്തിലല്ലേ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരുന്നേ? ഇവർക്ക് ജനങ്ങളോട് ഏതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാതെയാണ് ഇവരുടെ പെരുമാറ്റങ്ങളും രീതികളും. ഇങ്ങനെ മതിയോ സാർ? ശരി, ശ്രീ അരുൺകുമാർ കൂടി ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ അരുൺകുമാർ, താങ്കൾ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ അത് സ്വാഭാവികമായ ഒരു അഭിപ്രായ പ്രകടനമാണോ, അതോ അതിന് പിന്നിൽ മറ്റു ചില നീക്കങ്ങളൊക്കെ ഉണ്ടോ? സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങോട്ട് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഉമ്മൻചാണ്ടി അദ്ദേഹം എന്ന് പറയുമ്പോൾ നല്ലൊരു നേതാവാണ്. താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. രാജശേഖരൻ നായരാണ്. ശ്രീ രാജശേഖരൻ നായർ, താങ്കൾ എങ്ങനെയാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണത്തെ വിലയിരുത്തുക? നമസ്കാരം. നമസ്കാരം.
ഹലോ, ശ്രീ രാജശേഖരൻ നായർ പറഞ്ഞോളൂ. ചാണ്ടിയുമ്മന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എനിക്ക് പ്രതികരിക്കാനുള്ളത്, എലിയുടെ കുഞ്ഞിനെ നെല്ല് പൊളിപ്പിക്കണ്ട, അണ്ണാൻ കുഞ്ഞിനും മരത്തെ കയറാൻ പഠിപ്പിക്കണ്ട എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാരന്റെ കുഞ്ഞുങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട എന്ന് അങ്ങോട്ട് ചൊല്ലു വരാൻ സാധ്യമല്ലല്ലോ. ശരിയായിട്ടും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകൾ വേണം രാഷ്ട്രീയത്തിൽ വരാൻ. ഇത് വിനാശകാലേ വിപരീത ബുദ്ധി. പരസ്പര ഐക്യത്തോടെ സഹകരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വിജയം ഉണ്ടാകുകയുള്ളൂ. സ്വന്തം സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി പരസ്പരം പോരടിക്കുന്നതിലും ജനങ്ങളോടുള്ള സേവ മുൻനിർത്തി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് ജനസേവനമാകുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. കോൺഗ്രസിലെ എക്കാലത്തും വളരെയധികം പ്രവർത്തിക്കുന്നവരും തീരുമാനമെടുക്കാൻ കഴിവുള്ളവരുമായ ധാരാളം നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായിരുന്നു. ഇന്ന് ചക്രത്തിൽ പോരുകൊണ്ട് അത് ഈ വഴിയായി, എന്നിട്ട് പോലും ഒരു പഠിക്കുന്നില്ല എന്നുള്ളതിൽ ഒരുപാട് നിരാശ തോന്നുന്നു. ശരി, നമുക്ക് മറ്റു പ്രശ്നങ്ങളുടെ പത്തനംതിട്ടയിൽ നിന്നും ശ്രീ അനിയൻകുട്ടനാണോ? ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിലെ ഇപ്പോഴത്തെ വിഷയങ്ങളെ കാണുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്. എളുപ്പം നിർത്തിക്കളയല്ലേ? എളുപ്പം പറഞ്ഞോളൂ. ഇത് നല്ലൊരു കാര്യമല്ല അത് ചാണ്ടിയുമ്മൻ ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിന്റെ പുറകിൽ ആരോ കളിക്കുന്നുണ്ട്. സത്യമായ കാര്യം തന്നെയാണ്. ഇവരെ അല്ലെ ചാണ്ടിയുമ്മനെ പോലെ ഒരു വ്യക്തി, അതേ ഉമ്മൻചാണ്ടി സാറിന്റെ മോനെ, അദ്ദേഹത്തിന് എല്ലാം അറിയാവുന്ന വ്യക്തിയാണ്, ലോകം അറിയുന്ന ആളാണ് ഉമ്മൻചാണ്ടി സാറിന്. ആ സാറിന്റെ മോനാണ്. പിന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിനെല്ലാം ഓടുമായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ളല്ലേ ടി വി, നിങ്ങളെല്ലാം കാണിച്ചിട്ടുള്ളേ. നടക്കുമല്ലേ, ഓടി നടന്ന് വോട്ട് പിടിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് അത് പറയുന്നത് ദുരൂഹയാണ്. ഇതിനകത്ത് വൻ ശക്തികൾ കളിയുണ്ട്. എന്തോ ശക്തി കളിച്ചാലും പക്ഷേ ചാണ്ടിയുമ്മൻ ചെയ്തത്, ചാണ്ടിയുമ്മൻ തന്നെ കുഴി പറിച്ച് പണ്ടത്തെ പോലെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ചെറുപ്പക്കാരൊന്നും അല്ല, പണ്ടത്തെ ചെറുപ്പക്കാരൊന്നും അല്ല ഇപ്പം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നത്. നോക്കിക്കണ്ടു നിന്നാൽ എല്ലാവർക്കും നല്ലതായിരിക്കും. ശരി, താങ്കൾക്ക് ആവശ്യത്തിന് സമയം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റ് പ്രേക്ഷകരുണ്ട്. അബ്ദുൾ റഹ്മാനാണ് ദുബായിൽ നിന്നും. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾ ഇടയ്ക്ക് നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുന്ന ആളാണല്ലോ. താങ്കൾക്ക് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആൾ കൂടിയാണല്ലോ. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? നമസ്കാരം സാറേ. കാരണം ഈ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് ഈ അട്ടയെ പിടിച്ച് മെത്തയെ കെടുത്തിയാൽ കിടക്കത്തില്ലെന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ചൊല്ലല്ല കേട്ടോ. നമ്മുടെ പുതിയ കാലത്ത് അതൊരു പൊളിറ്റിക്കലി കറക്റ്റായ ഒരു പ്രയോഗമല്ല. അട്ടയെ പിടിച്ച് മെത്തേ കിടത്താന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പണ്ട് ജാതി സംവിധാനങ്ങളൊക്കെ നിലനിന്ന കാലത്ത് ആളുകൾ ഈ താഴ്ന്ന ജാതിക്കാരോ അല്ലെങ്കിൽ ദരിദ്രരായ മനുഷ്യരോ ഒക്കെ നല്ല സ്ഥാനങ്ങളിലൊന്നും ഇരിക്കരുത്, അതുകൊണ്ട് അവർക്കെതിരെയൊക്കെ പറയുന്ന പ്രയോഗമാണ്. താങ്കൾ ഒരു കോൺഗ്രസിന്റെ നാവ് മാത്രമായിട്ട് സംസാരിക്കല്ല. കോൺഗ്രസിന്റെ നാവല്ല ഇത്. ഞാൻ പറഞ്ഞത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഇത് ആരുടെ നാവല്ല. അച്ഛൻ രഹസ്യമായി പറയുന്നതും ചെയ്തതും മകൻ പരസ്യമായി പറഞ്ഞേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന് കോൺഗ്രസിന്റെ ഈ നിലയിൽ എത്താൻ കാരണം ഹലോ ഈ കോൺഗ്രസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മോഹിക്കാത്ത ഒരു നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ താങ്കൾക്ക്? എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണം. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശരത് പവാർ, മറ്റേ പ്രണബ് മുഖർജി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം അവരിൽ ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവന്നതാണെങ്കിൽ ഇന്ന് ഈ കോൺഗ്രസിന് അവസ്ഥ വരില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവരുടെ എന്ന് പറഞ്ഞാൽ കുടുംബവാഴ്ച, ആ കുടുംബവാഴ്ചയാണ് ഇന്ന് ഈ കോൺഗ്രസിന് ഈ നിലയിൽ എത്തിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പം ആന്റണിയുടെ മകൻ ഏതായാലും ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരില്ലെന്ന് ഏതായാലും ചാണ്ടി ഉമ്മന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ഒരു മുളം മുന്നോട്ടേക്ക് ഇങ്ങനെ എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചത് താങ്കൾ പറഞ്ഞാൽ ഇപ്പോഴും ഒരിക്കൽ കൂടി പറയുന്നു, രാഷ്ട്രീയമല്ല പറഞ്ഞത്. താങ്കൾ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തുക എന്ന് പറഞ്ഞ പ്രയോഗം പൊളിറ്റിക്കലി കറക്റ്റായ ഒരു പ്രയോഗമല്ല. അത് എന്നോ കാലം കേരളം തുടച്ചു നീക്കപ്പെട്ട അല്ലെങ്കിൽ കേരളം പൂർണ്ണമായും അതിൽ നിന്ന് മാറിയ ഒരു കാലത്ത് അത് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ഇനിയായാലും ആർക്കെതിരെയായാലും പ്രയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അത് അങ്ങനെ പ്രയോഗിക്കുകയും ചെയ്യരുത്. ശ്രീ പ്രേമനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ പ്രേമൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ പാർട്ടി എന്നും തമ്മിലടിക്കുന്ന പാർട്ടിയാ. എന്ന് നോക്കിയാൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കേരളത്തില് പിൻവാതിൽ നിയമനത്തിനെതിരായിട്ട് സമരം നടത്തിയ പാർട്ടിയാണ് കണ്ണൂരിലെ രാഘവാട്ടന്റെ കോലം കത്തിക്കുന്നത്. അവിടെ ഒരു കോളേജില് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിൽ പിൻവാതിൽ നിയമനം നടത്താതിന്റെ പേരിൽ MK രാഘവൻ MP കോലം കത്തിക്കുന്ന കണ്ടില്ല. അപ്പൊ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ അടിമുടി തമ്മിലടിയ. അതുകൊണ്ട് ഈ പാർട്ടി അധികാരത്തിൽ വരാതിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
വീണ്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് സാഹചര്യം ഒരുക്കുന്നത് ഈ കോൺഗ്രസ് തന്നെയാണ് എന്ന് അതാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ മുഹമ്മദ് അലി കൂടി ചേർത്തുണ്ട് ആലുവയിൽ നിന്നും. ശ്രീ മുഹമ്മദ് അലി, താങ്കൾ എങ്ങനെയാണ് ചാണ്ടി ഉമ്മന്റെ ഒരു പ്രതികരണം? സ്വാഭാവികമായും ചാണ്ടി ഉമ്മനുണ്ടായ ഒരു മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണോ അതോ മറ്റെന്തെങ്കിലും കാരണത്താൽ അദ്ദേഹം പറഞ്ഞതായിരിക്കുമോ? ശ്രീ ബിനോയ് പറയാം. സ്വാഭാവികമായി ചാണ്ടി ഉമ്മൻ നടത്തിയതൊരു സ്വാഭാവിക പ്രതികരണമാണ്. അതിലുപരി ചാണ്ടി ഉമ്മന് വിഷമം ഉണ്ടായിട്ട് ഇലക്ഷൻ സമയത്തല്ല പറഞ്ഞത്. ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതൊരു സ്വാഭാവിക പ്രതികരണം എന്ന് മാത്രം നമ്മളത് കണക്കുകൂട്ടിയാൽ മതി. എങ്കിലും നേതൃത്വം ചാണ്ടി ഉമ്മനെ പോലെയുള്ളവരുടെ വാക്കുകൾ ഒന്ന് കേട്ടപ്പോഴും പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് കേരളത്തിലെ ഏറ്റവും കോൺഗ്രസിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് നല്ല പ്രവർത്തനങ്ങൾ ചാണ്ടി ഉമ്മന് കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ഇലക്ഷൻ സമയത്തോ അല്ലാതെ ഇലക്ഷന്റെ ആ ചൂടുള്ള സമയത്തോ. ശരിയാണ്, താങ്കൾ പറഞ്ഞത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പല നേതാക്കളും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉന്നയിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് പരസ്യ വിമർശനമൊക്കെ അതിൽ പതിവാണ്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉന്നയിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഒരു നല്ല കീഴ്വഴക്കം തന്നെയായി തന്നെ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് കാണേണ്ടി വരും. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്, ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ചാണ്ടി ഉമ്മന്റെ ഈ പ്രതികരണത്തെ കാണുന്നത്? ഇത് പാർട്ടി കോൺഗ്രസ് ആണ്, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കടിപിടി ഉണ്ടാകുക ഒരു സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ പിന്നീട് ചാപ്പിള്ളയായി മാറുന്നത് നാം കണ്ടതാണ്. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ചാണ്ടി ഉമ്മനെ അച്ഛൻ മരിച്ചതിന്റെ ഔദാര്യത്തിൽ കിട്ടിയ പുതുപ്പള്ളിയിലെ ഒരു MLA ആണ്. ഒരുപാട് നേതൃനിലയിലുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു അവസരം കൊടുത്തത് പാർട്ടിയുടെ സന്മനസ്സാണ്. അത് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും അദ്ദേഹത്തിന് വേണ്ടതാണ്. പാലക്കാട് അദ്ദേഹം മുഖംതിരിച്ചു നിന്നു. എന്തെങ്കിലും സംഭവിച്ചോ? റിക്കാർഡ് ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് ജയിച്ചത്. അതും അദ്ദേഹം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയേ അല്ല, അത് ഒരു വിഷയമായിട്ട് വരികയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശരി, ഇത് സംബന്ധിച്ച് നമ്മുടെ യൂട്യൂബിലും ചില അഭിപ്രായ പ്രകടനങ്ങൾ. ശ്രീ രഘുനന്ദനാണ്, പാർട്ടി നേതൃത്വം ശരിയല്ലെങ്കിൽ പാർട്ടിയിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്നാണ് രഘുനന്ദനൻ പറയുന്നത്. സാർ, സ്കൂൾ കുട്ടികളെയും ഒക്കെ വലച്ചുകൊണ്ട് CPM റോഡിൽ പന്തൽ കെട്ടിയതിനെ പറ്റി ഇതുവരെ ചർച്ച നടത്തിയില്ലല്ലോ എന്ന് ഒരാൾ ചോദിക്കുന്നു. ചാണ്ടി ഉമ്മൻ പറഞ്ഞതാണോ ചർച്ചാ വിഷയം എന്നും ജയകുമാർ ചോദിക്കുന്നു. നമ്മുടെ ചില ആളുകളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ എനിക്കെതിരായി പറഞ്ഞ അഭിപ്രായങ്ങളാണ് ചില പ്രേക്ഷകരുടെ. അതെന്തായാലും നമ്മൾ തൽക്കാലം വായിക്കുന്നില്ല. എന്തായാലും വിവിധ അഭിപ്രായ പ്രകടനങ്ങൾ ചിലരുടെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ടും ചിലരെയൊക്കെ എതിർത്തുകൊണ്ടും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നിരവധി യൂട്യൂബിൽ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഈ അച്ഛന്റെ മകൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ചാണ്ടി ഉമ്മൻ കണ്ടു പഠിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി A വിഭാഗം ഇത് കണ്ടിട്ടാണ് പഠിച്ചിരുന്നത്. K മുരളീധരൻ I വിഭാഗം. അപ്പൊ ഇവരൊക്കെ ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെതാണ് മുഴുവൻ കണ്ടിട്ടുള്ളത്. എന്നും ഓരോ ഗ്രൂപ്പിന്റെ വക്താക്കളാക്കി നിന്നാണ് ഈ ഉമ്മൻചാണ്ടിയും K കരുണാകരനും അന്ന് അവര് ഗ്രൂപ്പിന്റെ വക്താക്കളായിട്ടാണ് നിന്നിരുന്നത്. അപ്പൊ അവരുടെ മക്കളും കണ്ടുപഠിച്ചിരുന്നത് ഇതാണ്. ഈ ഗ്രൂപ്പാണ് അവര് എന്നും കണ്ടുപഠിച്ചിരുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പിന്നെ ഇദ്ദേഹം ഇപ്പൊ ഈ പാലക്കാട് പോയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പക്വമായിട്ടുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറെ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനകൾ നോക്കിയാൽ മതി. അത് പക്വമായിട്ടുള്ളതാണോ അല്ലേ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പാലക്കാട്ടേക്ക് വിടാൻ ഒരു പക്വമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പിൽ എതിരായിട്ടുള്ള ഒരു പ്രഖ്യാപനോ അങ്ങനെ പ്രസ്താവനയോ നടത്തിയിരുന്നോ? അല്ലല്ല, പക്വതയില്ലാത്ത പ്രസ്താവന ഞാൻ പറഞ്ഞു. അതെന്താ, ഏത് പ്രസ്താവനയാണ് അങ്ങനെ പറയുന്നില്ലേ? അത് ഈ ജനങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് ആ തെരഞ്ഞെടുപ്പ് സമയത്ത്. ഏതായിരുന്നു സുരേന്ദ്രൻ അങ്ങനെ ഒരു, ഞാൻ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പറഞ്ഞ അത് പാർട്ടിയിൽ അകത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? പാർട്ടിക്കെതിരെ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞു. പക്വമായിട്ടുള്ള പക്വതയില്ലാന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ വിലയിരുത്തല്ലേ, അത് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയും? അല്ലല്ല, പാർട്ടിക്കെതിരല്ല, പക്വം. അത് നേരത്തെയും പറഞ്ഞല്ലോ, നേരത്തെയും ഈ ഇതേ വാചകം തന്നെ മറ്റൊരു വ്യക്തിയും പറഞ്ഞു. പക്വമായിട്ടുള്ള പ്രതികരണങ്ങൾ അല്ല, മറ്റേ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ലേ. ഇപ്പോൾ ഏത് നേതാവിന്റെ ആണ് പക്വത കുറവെന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിലയിരുത്തല്ലേ, അതിന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അല്ലല്ല, അപ്പൊ സുധാകരൻ പറയാറില്ലേ പക്വമില്ലാത്ത പ്രസ്ഥാനങ്ങൾ നടത്താറില്ലേ?
അല്ല, സുധാകരന്റെ പാർട്ടിയിലെ ആളുകളെ കുറിച്ച് പറയാം. അതുപോലെ നമുക്ക് അങ്ങനെ ആളുകൾക്ക് അങ്ങനെ ഇത് കാണും, വിലയിരുത്തൽ കാണും. ഞാൻ വേറെ മോശപ്പെട്ട വാക്കുകളല്ല പറഞ്ഞ. ശരി, പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ. പക്വമല്ലാത്ത ഞാനത് ഏത് പ്രസ്താവനയായിരുന്നു എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. എന്റെ വാക്കിൽ ഏതെങ്കിലും ഒരു ശ്രീ സുരേന്ദ്രൻ, ഞാൻ അങ്ങനെ താങ്കൾ അതിൽ പിടിക്കേണ്ട. ഞാൻ ചോദിച്ചത് താങ്കളോട് ചോദിക്കും. ഇപ്പോഴും താങ്കൾ പറയുന്നില്ല ഏത് പ്രസ്താവനയായിരുന്നു അങ്ങനെ പക്വതയില്ലാതെ വന്നത്, ഏതാണ് വിഷയം എന്ന് അറിഞ്ഞിരിക്കാമല്ലോ ചോദിച്ചാണ്. അതെ, ഏതാണെന്ന് ചോദിച്ചത് താങ്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയാം. അല്ല, അന്ന് ഇഷ്ടം പോലെ അല്ല, അതെ, ഏതെങ്കിലും ഒന്ന് ഉദാഹരണം കാണിക്കാനുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ആളുകൾക്ക് ഇങ്ങനെ അത് അയാൾ മോശക്കാരനാണെന്ന് പറയുമ്പോൾ ഉദാഹരണം കാണിക്കാൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ വേണ്ടേ? എല്ലാവർക്കും എല്ലാം തികഞ്ഞതാവണമെന്നൊന്നുമില്ല. ശരി, ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ എന്തായാലും പക്വത കുറവിനായി ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉദാഹരണം പോലും പറയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം കൂടി ഉണ്ട്. താങ്കൾ പറഞ്ഞു. അത് പ്രേക്ഷകർക്ക് അറിയാം, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം. ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുള്ള ആ ഇലക്ഷൻ സമയത്ത് പറഞ്ഞിട്ടുള്ള പറഞ്ഞോളൂ. അല്ല, അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ ഉണ്ടാകണമെങ്കിൽ ഏതാണെന്നാണ് ചോദിച്ചത്. ഞാൻ അധികം കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം ഇതിപ്പോ ചാണ്ടി ഉമ്മന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അതല്ല. എനിക്ക് നേരത്തെ ഇവരൊക്കെ ചൂണ്ടിക്കാട്ടിയ കാരണം മാത്രം ഞാൻ പറയുന്നതാണ്. ഞാൻ പറഞ്ഞ ജുഡീഷ്യറി എവിടെ നിൽക്കണമെന്ന് കാണിക്കാൻ വേണ്ടി അതിജീവിത രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ജുഡീഷ്യറി എവിടെ നിൽക്കണം എന്നുള്ളതും കൂടി അത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആ വിഷയം നമ്മൾ ഇന്ന് രാത്രിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് വളരെ വിശദമായി തന്നെ. രാത്രി 8 മണിക്ക് താങ്കൾ കാണുക. ആ വിഷയം തന്നെയാണ് ന്യൂസ് 18 ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിജീവിതയുടെ രാഷ്ട്രപതിയെ സമീപിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ തന്നെയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട് സാറേ. ഇപ്പം നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. തന്ത്രശാലിയാണ്. കരുണാകരനു അല്ലെങ്കിൽ ആന്റണിയെ വരെ എത്തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നുള്ളതും അധികാരത്തിന് വേണ്ടി എത്തരത്തിലുള്ള കളികളാണ് കളിച്ചിട്ടുള്ളതെന്നും എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മകനാണ്. പക്ഷെ ഇപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾക്കറിയാം കോട്ടയത്തിന്റെ അല്ലെങ്കിൽ ഇടുക്കി ആ ഭാഗത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, പിന്നെ പണം ഉണ്ടാക്കുക. ആ ഒരു തന്ത്രം ആണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ അധികാര സ്ഥാനങ്ങളിലേക്ക് ചില സാമുദായിക ഈ ഭ്രാന്തന്മാരും താല്പര്യക്കാരും ഉണ്ട്. അങ്ങനെ ഈ രാഷ്ട്രീയമല്ല ഇന്നത്തേതിൽ. സമ്പത്തും സാമുദായിക ഭ്രാന്തന്മാരും ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം തന്നെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും സാർ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രമേശ് ആണ് പാലക്കാട് നിന്നും. ശ്രീ രമേശ്, പാലക്കാട് എവിടെയാണ്? ശ്രീ രമേശ്, കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്നത് വിക്രമനാണ് അടൂരിൽ നിന്നും. ശ്രീ വിക്രമൻ, താങ്കൾ എങ്ങനെയാണ് ഈ ചാണ്ടി ഉമ്മന്റെ ഇപ്പോഴത്തെ ഒരു വിമർശനത്തെ, യഥാർത്ഥത്തിൽ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം കൂടിയാണ്, ആ വിമർശനത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മൾ ഇത്ര രാഷ്ട്രീയ വിരോധമായ അവന്മാർ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ സാറ് ശ്രദ്ധിക്കണം. ശ്രീ വിക്രമൻ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓരോ ആളുകൾ അവരവരുടെ രീതിയിലല്ലേ പറയുന്നത്. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദ ഉറപ്പാണ്, 100% വേണ്ടതാണ്. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, ആരെയും വിമർശിക്കാം, പക്ഷേ മാന്യമായ ഭാഷയിൽ വേണം വിമർശിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലർ അങ്ങനെയല്ല, ചിലർ വൈകാരികമായിട്ടൊക്കെ കയറി പറയും. അങ്ങനെ വല്ലാതെ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇടപെടും. ശരി. പിന്നെ ഇതിനെപ്പറ്റി പറയാം. ഈ ചാണ്ടി ഉമ്മൻ ജയിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രസ്താവന ഞാൻ ഭാഗത്തുനിന്നുണ്ടായിട്ട് ഇപ്പൊ അയാൾ ചാണ്ടി ഉമ്മൻ ഇങ്ങനെ സംസാരിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ചാണ്ടി ഉമ്മന് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ സംസാരം ഉണ്ടാക്കിയത്. അതാണ് എനിക്ക് അതിനെ പറ്റിയത്. പിന്നെ അതാണ്. മറ്റൊന്ന്, നേരത്തെ ഒരു സുഹൃത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കോടിയേരിയുടെ മക്കള് CPM-ൽ രാഷ്ട്രീയമായിട്ട് കുടുംബ പാരമ്പര്യമായിട്ടൊന്നും നമ്മൾ അതിനകത്ത് ആളുകൾ പറയുന്നതിനെല്ലാം നമുക്ക് മറ്റൊരാൾക്ക് മറുപടി എന്ന രീതിയിലേക്ക് പോകാൻ ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു ആ സാധനം. പക്ഷെ അതിനകത്ത് നമ്മളത് വിട്ടായിരുന്നു. നമുക്ക് എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി. കോൺഗ്രസിന്റെ മേലറ്റം തൊട്ട് താഴെയറ്റം വരെ നോക്കിയ കുടുംബാധിപത്യമാണുള്ളത്. ശരി, ഓക്കെ, എന്തായാലും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജോസഫ് ആണ് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ ജോസഫ്, താങ്കൾ തൃശ്ശൂരിൽ എവിടെയാണ്? ഞാൻ തൃശ്ശൂര് മുക്കാട്ടുകാരാന്ന് പറയും, മണ്ണത്തിയെടുത്ത്. ശരി, ഓക്കെ. അപ്പൊ എങ്ങനെയാണ് താങ്കൾ ഈ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ? അതെ, തീർച്ചയായിട്ടും. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കില്ല. എങ്ങനെയാണ്? റിയാസ് SFI പ്രവർത്തനമായിട്ട് അടികൊണ്ട് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. കോടിയേരിയുടെ മക്കള് രാഷ്ട്രീയത്തിൽ MLA MP ആയിട്ടില്ല. ആ വിഷയമല്ല, നമുക്ക് ഈ വിഷയം സംസാരിക്കാം. ഒരു നടണ്ടല്ലോ നമ്മുടെ ഇവിടെ, മോദി എന്ന് പറഞ്ഞിട്ട് രാവിലെ മുഖത്ത് ഉമ്മ കൊടുത്തിട്ട് 5 പൈസ വരാണ്ട് പോയില്ലേ? ആ പാർട്ടിയിലേക്ക് അദ്ദേഹം ചെല്ലും. നിങ്ങൾ കാത്തിരുന്നോളൂ.
5 പൈസ തരാണ്ട് പോയില്ലേ? ഓസ്കാർ അവാർഡ് അതും വേറെ ഒരാളെ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? അങ്ങനെ അതിനകത്ത് കാര്യമായിട്ട് അർത്ഥമൊന്നുമില്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാ പാർട്ടിയിൽ നിന്നും ആള് പോയില്ലേ? CPM ന്നും ആള് പോയില്ലേ? അങ്ങനെ നമ്മൾ ഒരാൾക്കെതിരെ അയാൾ വേറെ പാർട്ടിയിൽ പോകുന്ന ആക്ഷേപിക്കുന്നത് ശരിയാണ്. പോകുന്ന ആൾക്കാർ എല്ലാം പോയിട്ടുണ്ട്. CPM പോയ ആൾക്കാർ നല്ലവരാവും. CPM ഇരിക്കുമ്പോ പിണറായി വിജയൻ CPM പോയി അങ്ങനെയല്ല ശ്രീ ജോസഫ്, പല പാർട്ടിയിൽ നിന്നും ആള് ഒരു പാർട്ടിയിൽ നിൽക്കുന്ന അയാൾ നാളെ വേറെ പാർട്ടിയിൽ പോകുന്ന ആക്ഷേപിക്കുന്നത് ശരിയാണ്. നല്ല ആളായി. എം രാഘവ അങ്ങനെ തന്നെ. എം രാഘവൻ മാടായി വീരൻ എന്നൊക്കെ പറഞ്ഞിരുന്നത്. എം രാഘവൻ അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആൾ പോയിട്ടെങ്കിൽ അയാൾ ദൈവമാവും. അത് ആർക്ക് ദൈവമായെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, ഞാൻ നോക്കിയുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ ചോദിച്ചത് ആർക്ക് ദൈവമായി എന്നാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ. ഇതുമാറ്റ കമ്മ്യൂണിസ്റ്റ് ബാക്കിയുള്ള എല്ലാവരും കണ്ട ശ്രീ ജോസഫ് ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞു. ായാലും ജിഹാദികളായാലും കോൺഗ്രസ് ആയാലും BJP കൊട്ടക്കെട്ട കേരളത്തിൽ 2 ഗ്രൂപ്പുള്ളൂ, കമ്മ്യൂണിസ്റ്റ് ആൻഡ് ആന്റി കമ്മ്യൂണിസ്റ്റ്. കേന്ദ്രത്തിലില്ലേ? ശരി, ഓക്കെ. താങ്കൾക്ക് താങ്കളുടേതായ അഭിപ്രായം പറയാം. എന്തായാലും ഞങ്ങളാരും അങ്ങനത്തെ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വിഷയം നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വ്യക്തമായ അഭിപ്രായം അദ്ദേഹത്തോട് പറയുകയും ചെയ്തതാണ്. പിന്നെ ഒരാൾക്ക് അങ്ങനെയൊക്കെ മനഃപൂർവ്വം മാധ്യമങ്ങളെല്ലാം അങ്ങനെയാണ് എന്ന് വിശ്വസിച്ചിരിക്കുകയും അങ്ങനെയൊക്കെ പറയണമെന്ന് ശീലിച്ചു പോയ ഒരാൾക്ക് അങ്ങനെയൊക്കെ പറയാം. അതിൽ യാതൊരു വിരോധവുമില്ല. താങ്കൾ അത് അങ്ങനെ തന്നെ പറഞ്ഞോളൂ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോയിട്ട് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിനുള്ളിലെ തർക്കത്തെ കാണുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കോൺഗ്രസിൽ ഇന്നും ഇന്നലെ അല്ല ഈ തർക്കവും ഗ്രൂപ്പും അടിയൊക്കെ ഉണ്ടാകുന്നത്. സമയമാകുമ്പോഴത്തേക്ക് ഇതൊന്നും കാണത്തില്ല. എവിടെ ഏത് ഇലക്ഷന്റെ മുമ്പായാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. സമയമാകുമ്പോൾ കാണത്തില്ല. ചാണ്ടിയമ്മന് രാവിലെ ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. രാവിലെ ചാണ്ടിയമ്മൻ പറയുന്നതായിട്ട് എനിക്കും ആവശ്യത്തിനുള്ള ഇത് തന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്ത പോലെ തന്നെ എനിക്കും അതിനുള്ള ഇത് തന്നിട്ടുണ്ടെന്നാണ് രാവിലെ പറയുന്നതായിട്ട്. പിന്നെ ഇപ്പൊ ഇതെങ്ങനെയാണ് പറയുന്നറിയില്ല. കേട്ടിരുന്നോ? അങ്ങനെയാണോ പറഞ്ഞത്? രാവിലെ പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് കാണേണ്ടതില്ല. എല്ലാരും പോലെയുള്ള ചാൻസ് ആണ്. യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്, താങ്കൾ ഒന്നുകൂടി അത് കേൾക്കാം. നോക്കാം സാർ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ അധികാരമൊന്നും കൊടുത്തിട്ടല്ല ചാണ്ടിയമ്മന്റെ അവിടെ പോയി പ്രവർത്തിച്ചത്. അപ്പൊ ഇവരൊക്കെ എല്ലായിടത്തും പോയി പ്രവർത്തിക്കാനുള്ളത് തന്നെയാണ്. അയാൾ വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതാണ്. ഈ ചാണ്ടിയമ്മൻ കാണിച്ച പോലെ ഒന്നും വേറെ ആരും കാണിച്ചില്ല. പക്ഷേ ഇവരൊക്കെ കൂടെ സഹായത്തിന്റെ പുറത്താണ് ചാണ്ടിയമ്മന് ഈ നിൽക്കുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മാത്രമല്ല ഈ ഗ്രൂപ്പ്. അച്യുതാനന്ദനും പിണറായിയും ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. അതല്ല അച്യുതാനന്ദൻ ക്യാപിറ്റൽ പണിഷ്മെന്റ്. മറ്റു പ്രേക്ഷകരുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ദീപു ആണ്. ശ്രീ ദീപു, താങ്കൾ എങ്ങനെയാണ് മറ്റു പക്ഷത്ത് താങ്കളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസിലെ ഈ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്? ആദ്യമായിട്ട് കിരൺ, ഒരു കാര്യം കിരണിനോട് ചോദിക്കാനുള്ളത്, ഞാൻ കിരണുമായിട്ട് ന്യൂസ് 18 നിങ്ങൾ ജനങ്ങൾക്ക് അവസരം തരുന്നു. ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ ചാനലിലോട്ട് നമ്മൾ വിളിക്കുന്നത്. അതും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിളിക്കുന്നത്. അതിന് നിങ്ങളോട് നന്ദിയുണ്ട്. പക്ഷെ നമ്മൾ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കുമ്പം ഫ്ലോ പോയി എന്നൊക്കെ പറയുമ്പം മറ്റൊരു അമേരിക്കൻ പിന്നെ ഒരു അമ്മാവനുണ്ടല്ലോ, ഈ ഗോഡ്സേയുടെ മച്ചമ്പി, ഇവിടെ വന്ന് പറഞ്ഞപ്പം നിങ്ങൾ അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഈ ഫ്ലോ പോയത് അയാളുടെ അടുത്ത് കേൾപ്പിക്കാനായിരുന്നോ ഉണ്ടായിരുന്നത്? ഇല്ല, ഞാൻ അദ്ദേഹത്തോട് വ്യക്തമായി പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മാത്രമല്ല, പലരും ദീപുവിന് സമയം നൽകുന്നു, കൂടുതൽ ദീപുവിനെ തടസ്സപ്പെടുന്നില്ല. എനിക്ക് സമയം നൽകുന്നതിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ പാളിച്ചയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താമല്ലോ. അല്ല, ഞങ്ങൾ അതിനെതിരല്ലോ. താങ്കൾ പറഞ്ഞു. അതാണ് അപ്പൊ ഞാൻ പറയുന്നത്. ഈ പറയുന്നത് അറിയാമല്ലോ, താങ്കളുടെ രാഷ്ട്രീയവും അവരുടെ രാഷ്ട്രീയവും രണ്ടാണ്. സ്വാഭാവികമായും ഇപ്പൊ കഴിഞ്ഞ പ്രേക്ഷകൻ തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് അവൻ ഇവൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൻ ഇവൻ എന്ന് പറഞ്ഞാൽ എനിക്കെന്താ നാട്ടിന് വല്ല പ്രശ്നമുണ്ടോ? എല്ലാവരോടും പറയാറുണ്ട്. ഒരു കാര്യമേ ഉള്ളൂ. കിരൺ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കിരൺ വിളിക്കുമ്പോ നിൽക്കുമ്പോൾ ഞാൻ വിളിക്കുന്നില്ല. ഒന്ന് അത്. രണ്ട്, അവൻ ഇവൻ മറ്റവര് വിളിച്ചു കഴിഞ്ഞാൽ ഇനിയും അവർ ആവർത്തിച്ച് നമുക്കും അതുപോലെ ഞാൻ ആവർത്തിക്കുന്നതല്ല മറ്റു വല്ലവരും ഞാനൊരു കാര്യം താങ്കൾ ഒന്ന് കേൾക്കുന്നത് ചോദിച്ചോട്ടെ. ഞാൻ ഈ വിളിക്കുന്ന എല്ലാവരോടും അത്തരം വിഷയങ്ങൾ വരുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ മാന്യമായി ആരെയും വിമർശിക്കാം, പക്ഷെ മാന്യമായ ഭാഷ ഉപയോഗിക്കണം. അതൊരു പൊതുവേദിയാണ്, ആളുകൾ കേൾക്കുന്നതാണ്. ഈ ഒരാൾ അവൻ ഇവൻ എന്നൊക്കെ പറയുന്നത് ഞാൻ പരമാവധി നിയന്ത്രിക്കാറുണ്ട്. പക്ഷെ ചിലരൊക്കെ പറയുന്നത് ലൈവായി പറയുന്നതാണ്. ഇപ്പോൾ ദീപു ആരും പെട്ടെന്ന് ഒരാളെ അങ്ങനെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അവൻ ഇവനൊക്കെ അവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ വിളിക്കാം. ഞാൻ അവരോട് പറഞ്ഞല്ലോ, ഒരാളുടെ നിലവാരം കുറഞ്ഞാൽ അതേ നിലവാരത്തിലാണ് പ്രതികരിക്കേണ്ടത്. നിലവാരം കുറഞ്ഞവന്റെ അടുത്താണ് നിങ്ങൾ ഞാൻ വിളിച്ചതിന്റെ ഫ്ലോ കുറവെന്ന് പറഞ്ഞതേ. അപ്പൊ അതോടെ കൂടുതൽ സമയം നൽകുന്നു എന്നുള്ള പരാതി അവർ തുടർച്ചയായിട്ട് സമയം നൽകുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ സംസാരിച്ചില്ലല്ലോ.
ഇപ്പൊ ഈ വിഷയത്തിലേക്ക് വരാം ഈ ചാണ്ടി ഉമ്മൻ പറഞ്ഞതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അതിനകത്ത് ഏതെങ്കിലും ഒരു ആ പാർട്ടിയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഞാൻ പറയുന്നില്ല. അത് അവരുടെ ഏത് കാലത്തും ഉണ്ടാവുന്നതാണ്. പക്ഷെ ചാണ്ടി ഉമ്മൻ പറഞ്ഞതിനെ ഇത്രയധികം വിമർശിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാണ്ടി ഉമ്മന്റെ അച്ഛൻ ഉണ്ടായിരുന്ന അച്ഛന്റെ കെയർ ഓഫിലാണല്ലോ ചാണ്ടി ഉമ്മൻ വരുന്നത്. അപ്പൊ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് എ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിന്ന ആളാണ്. എ ഗ്രൂപ്പിനകത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഒന്നും ആകാതെ കിടന്നിട്ടുണ്ട്. പണ്ട് പെട്ടി പിടിച്ചും അതും ഇതും ചെയ്തിട്ട് ഇഷ്ടം പോലെ ഈ എ ഗ്രൂപ്പിന് വേണ്ടി ജീവിതത്തിൽ എവിടെ ആവാതെ ഈ ബെന്നി ബെഹനാനൊക്കെ MP ആയതിനപ്പുറം എന്തായി ഏത് ഗ്രൂപ്പിൽ പോകും അയാള്? സതീശന്റെ ഒപ്പം സതീശിനേക്കാൾ സീനിയർ അല്ലേ? ഇപ്പൊ അയാൾക്ക് ഏത് ഗതിയായുള്ളത്? അപ്പൊ അതുപോലെയുള്ള നേതാക്കളെ ഇവിടെ അവർക്ക് പിടിച്ചു നിർത്തേണ്ട അത്യാവശ്യമുണ്ട്. ആ നേതാക്കളെല്ലാം തിരുവഞ്ചൂരിന് എന്താ ഇപ്പൊ സ്റ്റേജ്? എന്തെങ്കിലും ഒരു സേ ഉണ്ടോ? പാർട്ടിയിൽ കളിയാക്കുക എന്നല്ലാതെ എന്താ ചെയ്യാനുള്ളത്? അപ്പൊ അവർക്കെല്ലാം കൃത്യമായി നിൽക്കേണ്ട ഒരു ഇടമുണ്ട്. ആ ഇടം ഈ സതീശന്റെ ഗ്രൂപ്പ് കൊടുക്കുന്നില്ല. ഇപ്പൊ സതീശൻ മൊത്തം പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിൽ നിന്നിരുന്ന നേതാക്കൾക്ക് മുഴുവൻ ഇപ്പൊ നിൽക്കാൻ സ്ഥലമില്ല. അവര് വേറെ വല്ലോടെയും പോകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിനകത്ത് പാർട്ടിക്കകത്ത് പറയേണ്ടത് തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞത് കൃത്യമായും ആ ഗ്രൂപ്പിന് വേണ്ടി തന്നെയാണ്. ആ ഗ്രൂപ്പിലെ ഒരുപാട് ജീവിതം കഴിഞ്ഞിട്ടുള്ള നേതാക്കളെ പേരപ്പുറത്ത് കയറി ഇരുന്നിട്ട് വരെ വിളിച്ചവരുണ്ട്. ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ്, കോൺഗ്രസിനുള്ളിലെ തർക്കമായിട്ടാണോ അതോ സ്വാഭാവികമായും ചാണ്ടി ഉമ്മനെ പോലെ ഒരു യുവ നേതാവ് പറഞ്ഞൊരു അഭിപ്രായമായിട്ട് മാത്രമാണോ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ചാണ്ടി ഉമ്മൻ സ്വാഭാവികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് പാലക്കാട് ഇലക്ഷന് ചുമതല കൊടുത്തില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കംപ്ലൈന്റ്. അതിന് പകരം അദ്ദേഹം വയനാടിലുണ്ടായിരുന്നു. കൂടാതെ മഹാരാഷ്ട്രയില് രമേശ് ചെന്നിത്തലയുടെ കൂടെയും അവിടെ ഉണ്ടായിരുന്നു പ്രവർത്തനത്തിന്. അപ്പൊ ഇവിടെ ഇപ്പം ഒരു ചുമതല കൊടുത്തില്ലെന്നും പറഞ്ഞുള്ള സങ്കടത്തിലൊന്നും അദ്ദേഹം പറഞ്ഞതല്ല. എന്താ പറയുന്നത്, അനൗപചാരികമായിട്ട് അദ്ദേഹത്തിനെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് അത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട. ഈ സംസാരിക്കുന്നവരുടെ കാര്യത്തില് നമുക്കറിയാം ഏത് പാർട്ടിക്കാരാണ് ഈ സംസാരിക്കുന്നത്. ഇത്രയും കാട് കയറി ഈ ഒരു വിഷയത്തിന് സംസാരിക്കേണ്ട കാര്യമില്ല. BJP-ക്കാരും CPM-കാരും കിടന്ന് ഈ കോൺഗ്രസിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അവർക്ക് മനസ്സിലായി. ഇപ്പൊ അവർക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് കിരൺ. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ഓരോ രാഷ്ട്രീയക്കാരും സ്വാഭാവികമായും അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ആ രാഷ്ട്രീയ ചൊവ്വ ഒക്കെ വരാറുണ്ട്. മാന്യമായി അങ്ങനെ ചൊവ്വ വന്ന് അഭിപ്രായം പറയുന്നതിൽ ഞങ്ങൾ ഒട്ടും എതിരല്ല. പക്ഷെ മാന്യമായി പറയണം എന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും രാജഗോപാൽ A എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ, ചാണ്ടിയും ശബരിനാഥനെയും ഒതുക്കിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നവർക്കെതിരെയാണ് ചാണ്ടി പ്രതികരിച്ചത്. അത് വേണ്ടതാണ്. ഈ പാർട്ടി ആരുടെയും സ്വന്തമല്ല. അത് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന് എന്ന് രാജഗോപാൽ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് നമ്മൾ പ്രതികരിക്കാൻ. താഹിറാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ താഹിർ, താങ്കൾ ദീർഘകാലമായി ബാംഗ്ലൂരിലാണോ? അതെ അതെ സർ. അതെ, ബാംഗ്ലൂരിൽ നിന്ന് കേരള രാഷ്ട്രീയമൊക്കെ കൃത്യമായി നോക്കുന്ന ആളാണല്ലേ? ഇവിടെ UDF-നും ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അവിടെ UDF-ന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണല്ലേ? അതെ അതെ. ശരി, ഓക്കെ. ഇത് എങ്ങനെ, കോൺഗ്രസ് ആണോ ലീഗാണോ? നമ്മള് പിന്നെ ലീഗിന്റെ അനുഭാവികളാണ്. ലീഗിന്റെ അനുഭാവികളാണ്. ഓക്കെ. ഞാൻ നേരത്തെ അവിടെ ബാംഗ്ലൂരിൽ ലീഗിന്റെ യൂണിറ്റും ഒക്കെ ഉണ്ടല്ലോ. ശരി, ഓക്കെ. താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിലെ ഈ ഇപ്പോഴത്തെ വിഷയത്തെ കാണുന്നത്? ഒരു വലിയ തർക്കമായിട്ടാണോ? പിന്നെ ചാണ്ടി ഉമ്മന് ഒരു ആത്മാർത്ഥമായിട്ട് പറഞ്ഞതായിരിക്കും. കാരണം ഉമ്മൻചാണ്ടി സാറെ പോലത്തെ ഒരു മകന് എന്തായാലും കോൺഗ്രസിനെ കുഴക്കാൻ വേണ്ടി പറയില്ലല്ലോ. അദ്ദേഹത്തിന് ചിലപ്പോ അങ്ങനെ ഒരു മാനസികമായ രീതിയിൽ പറഞ്ഞു പോയതാണ്. പക്ഷെ അത് ഈ പത്രത്തിലും ഇതൊക്കെ വരുമ്പം വല്ലാതെ ഒരു ഇഷ്യൂ ആക്കുന്ന ഒരു പരിപാടിയാണല്ലോ സ്വാഭാവികമായിട്ടും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുൽഫിക്കറാണ് ചാവക്കാട് നിന്നും. ശ്രീ സുൽഫിക്കർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാനിതിന് വലിയ വിഷയമായിട്ടൊന്നും കാണുന്നില്ല. ഹലോ, പറഞ്ഞോളൂ. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ഭാരവാഹിയാണ്. ഭാരവാഹിയാണ്? ഏത് കമ്മിറ്റിയിലാണ്? ബൂത്തില് കടപ്പുറം. ബൂത്ത് കടപ്പുറത്തിലെ ഭാരവാഹിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ചാണ്ടി ഉമ്മനെ പോലുള്ള ഒരു പൊതുമുഖം തന്നെ ഞങ്ങളൊക്കെ പറയുള്ളൂ. കാരണം ഇതില് പ്രവർത്തിച്ച് പരിചയവും തയക്കവും ആവണല്ലോ. ഉമ്മൻചാണ്ടി സാറുള്ള കാലത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ കീഴടക്കം എന്നുള്ള നിലയ്ക്ക് ചാണ്ടി ഉമ്മനെ ഒരു പദവി കൊടുത്തു എന്നുള്ളൂ. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ചാണ്ടി ഉമ്മനെ മുൻനിർത്തിയിട്ട് ഒരു പടനീക്കത്തിനൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതിൽ ഇപ്പോഴത്തെ കെൽപ്പുള്ള നേതാക്കന്മാർ ഒരുപാടുണ്ട്. അവർക്കൊക്കെ ഈ ചാണ്ടി ഉമ്മനെ പോലുള്ളവരെ വെച്ച് ഒരു പടനീക്കം നടത്തുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. താങ്കൾ കോൺഗ്രസിൽ ഏത് ഗ്രൂപ്പിന്റെ ഒപ്പം നിൽക്കുന്ന ആളായിരുന്നു, അതോ ഇപ്പോഴും അങ്ങനെയാണോ?
ഞാൻ ഗ്രൂപ്പുകാരനല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ശരി, ഓക്കെ. എന്തായാലും ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇതുവരെ പ്രവർത്തിച്ചില്ല. അയ്യിൽ വേലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഇല്ല. ശരി, ചുറ്റും പല ഗ്രൂപ്പുകളും. അതുകൊണ്ടാണോ ബൂത്തിൽ തന്നെ നിന്നത്, മേളോട്ട് കയറാതിരുന്നത്? അതെ. ഗ്രൂപ്പുകാരുടെ സഹായം ഒന്നും കിട്ടാത്തത് കൊണ്ടാണോ? അതെ അതെ. ശരി, ഓക്കെ. ഞാൻ സ്ഥാനം മോഹിച്ചിട്ട് ഇന്നുവരെ അല്ല, അങ്ങനെയുള്ള സ്ഥാനം മോഹിക്കാതെ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരാണ് ഏത് പാർട്ടിയെ സംബന്ധിച്ചാലും. സെറ്റ് തൂക്കാനും പോയിട്ടില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കാനും പോയിട്ടില്ല. ശരി, ഓക്കെ. എന്തായാലും അറിയാം, കേരള ഏത് പാർട്ടിയായാലും അത് ആ പാർട്ടിയെ, എല്ലാ പാർട്ടികളെയും നിലനിർത്തുന്ന അടിസ്ഥാനപരമായി ഇങ്ങനെ ഒന്നും മോഹിക്കാതെ ആ പാർട്ടി ജയിക്കണം, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നൊക്കെ തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇങ്ങനെയുള്ള സുൽഫിക്കറിനെ പോലുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരാണ് എല്ലാ പാർട്ടിയും നിലനിർത്തുന്നത്. പലപ്പോഴും നേതാക്കൾ മറന്നു പോകുന്നതും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവർക്ക് സ്ഥാനം കിട്ടാതാകുമ്പോൾ പാർട്ടി മാറുന്ന നേതാക്കളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നേതാക്കളും ഒക്കെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കരീമാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും. ശ്രീ കരീം, താങ്കൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണോ? നമസ്കാരമുണ്ട്. ഞാൻ പാർട്ടിയെല്ലാം ഞാൻ പ്രവർത്തിക്കുന്നത് പൊതുവായിട്ട് പ്രവർത്തിക്കാറില്ല. എന്റെ മനസ്സിലാണ് എന്റെ പാർട്ടി. ശരി, ഓക്കെ. ഇല്ല, ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ, ഒരിക്കലും പറയണമെന്നൊന്നുമില്ല. എന്നാലും താങ്കൾ എങ്ങനെയാണ് കോൺഗ്രസിലെ ഒരു പൊതുപ്രവർത്തനാകുമ്പോൾ സ്വാഭാവികമായി എല്ലാ പാർട്ടിയിലെയും പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ ഗൗരവമായി കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതെന്ന് പറയാം, ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ മകനാണ്. അപ്പൊ ആ പാരമ്പര്യം നിലനിർത്തണം, ആ ഗ്രൂപ്പും നിലനിർത്തണം. അതിന് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ ആള് വരണമല്ലോ, അല്ലെങ്കിൽ പിന്നെ വേറെ ഇവിടെ ഒന്നും ആരുമില്ല. അത് ഈ കാണിച്ചത് എങ്ങനെയാണെന്ന്, പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ മുതൽ അദ്ദേഹം അവിടെ പണി തുടങ്ങി. കാരണം ഈ സൗകര്യം സന്ദർശിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. മനസ്സിലായില്ലേ? സഹകരിച്ചില്ല സാർ, അറിഞ്ഞു കാണും സാർ അല്ലേ? പറഞ്ഞോളൂ. അപ്പൊ അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ലഡു വിതരണം ചെയ്തപ്പോ എനിക്ക് ചെറുതായി പോയി എന്നുള്ള ഈ പക്വത വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ചെറിയ ലഡു ആയിപ്പോയി എന്നുള്ള ഒരു കരച്ചിലാണ്. കുട്ടികൾ ചെറിയ ബിംബിഷ്ടം, അതുകൊണ്ട് ഒരു വലിയ ലഡു കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണെന്നറിയാം, ഇടയ്ക്ക് പൊതുവേദിയിൽ വിളിക്കുന്ന ആളാണല്ലോ. ശ്രീ സന്തോഷ്, എങ്ങനെയാണ് ഈ വിഷയത്തെ? ഇത് വലിയ സീരിയസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചാണ്ടി ഉമ്മൻ പാലക്കാട് പിന്നെ അവിടെ ഒരു ഇത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വലിയ ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചാണ്ടി ഉമ്മൻ ജയിച്ച സഹതാപ തരംഗത്തിന്റെയും പിന്നെ വോട്ടിന്റെയും പേരിലാണെങ്കിൽ ഇവിടെ പാലക്കാട് രാഹുൽ മാങ്ങോട്ടം ചെയ്ത് രാഷ്ട്രീയത്തിന്റെ ശക്തമായ വേരോട്ടം നിൽക്കുന്ന പ്രതി ശക്തികളെ നേരിട്ടുകൊണ്ടാണ് അവിടെ ജയിച്ചത്. അപ്പൊ ഇത് ഇപ്പൊ രാഷ്ട്രീയ ഇപ്പൊ എല്ലാരും, എനിക്കറിയാത്ത എന്താ സാറേ, ഈ രാഷ്ട്രീയത്തിലേക്ക് എന്താണ് എല്ലാരും ഇങ്ങനെ ഇറങ്ങുന്നത്, പൊതുസേവനത്തിലേക്കൊന്നും എനിക്കറിയാത്തത്. കാരണം ഭിക്ഷക്കാര് ഒരു 10-20 ആളെ അടുത്ത് കൈനീട്ടി അവര് ഭിക്ഷ മേടിക്കുമ്പോൾ ഇവർ ഈ കേരളത്തെ എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകണേ. ജോയ് ബാബു ആണ് കൊല്ലത്തു നിന്നും. ശ്രീ ജോയ് ബാബു, താങ്കൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയമൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുകയും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഉള്ള ആളാണോ? അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഏത് പാർട്ടിയാണെന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ കോൺഗ്രസ് തന്നെയാണ്. നല്ല ഒന്നാം തരം കോൺഗ്രസ് തന്നെ. ശരി, ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണോ? ഇതിപ്പോ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊന്നും അല്ല സഹോദര. ഇവിടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് 3 മാസം കഴിഞ്ഞു. അവർക്ക് എന്ത് കൊടുത്തു? നമ്മൾ ആ വിഷയം എത്രയോ തവണ ചർച്ച ചെയ്തു ശ്രീ ജോയ് ബാബു. കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ചർച്ച ചെയ്തു 2 ദിവസം. ഈ കഴിഞ്ഞ ആഴ്ച മുമ്പൊക്കെ നമ്മുടെ പൊതുവേദി ഏറ്റവും, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തവണ ചർച്ച ചെയ്ത വിഷയം ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തവും അതുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളും തന്നെയാണ്. അതെ, എന്റെ സംശയം അതല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ 3 മാസം കൊണ്ട് എത്ര ശ്രീ ജോയ് ബാബു, ഇപ്പോഴത്തെ വിഷയം നമ്മുടെ ഇന്നത്തെ വിഷയം ചാണ്ടി ഉമ്മന്റെ ഇതല്ലേ, വാക്കുകളല്ലേ? അപ്പൊ ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ താങ്കൾ എങ്ങനെ കാണുന്നു താങ്കൾക്ക് പറയാം. ചാണ്ടി ഉമ്മന്റെ വാക്കുകളൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാര്യം അത് അദ്ദേഹം ഒരു നിസ്സാര പ്രശ്നം പറഞ്ഞു, അതിനെ ഇപ്പൊ ഇത്ര നമ്മൾ പെരുപ്പിച്ച് കാണിക്കേണ്ട ആണെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളെ വിളിച്ച് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ വരൂ, ഞങ്ങളൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളോട് പറയണ്ടല്ലോ, പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ മതിയല്ലോ. അത് സ്വാഭാവികമല്ലേ? കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്, ഒരു കൂട്ടായ്മയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ദേശീയ കൂട്ടായ്മയാണ്. അതിനകത്ത് പല അഭിപ്രായങ്ങളും പറയാം, സ്വാതന്ത്ര്യമുണ്ട്. CPM പോലെ BJP പോലെ അല്ലല്ലോ. അത് ശരിയാണ്. അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ ഇപ്പൊ കോൺഗ്രസിൽ പണ്ടും ഉണ്ടാവാറുണ്ട്. കോൺഗ്രസിന്റെ രീതിയും അങ്ങനെയൊക്കെ തന്നെയാണ്. ശ്രീ അബ്ദുൾ സത്താർ കൂടി ചേരുന്നുണ്ട് ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുൾ സലാം, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ, എനിക്ക് പറയാനുള്ളത് വേറെ കാര്യങ്ങളാണ് സാറേ. നാട്ടിൽ ഇപ്പൊ നടക്കുന്നത് വിലക്കയറ്റമൊക്കെ സാറടക്കം ഈ വാർത്താ മാധ്യമ പ്രവർത്തകരൊക്കെ എല്ലാരും അനുഭവിക്കുന്നില്ല. ഇതിനൊന്നും ഒരു മാറ്റവും വരണ്ടേ? ഇത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത വിഷയം ഏതായിരുന്നു? ശ്രദ്ധിച്ചിരുന്നോ?
ശ്രദ്ധിച്ചിരുന്നു. അതായത് അതൊക്കെ അത് വൈദ്യുതി വിലക്കയറ്റത്തെ എന്താ പറയാ, ഈ കുറിച്ചായിരുന്നു. ചെറിയ കുട്ടികള് എനിക്ക് തന്നാല് മിഠായി കുറഞ്ഞു പോയി, ലഡു കുറഞ്ഞു പോയി എന്നുള്ള എല്ലാം ചർച്ച അത്തരത്തിൽ ചെയ്യണ്ടേ? മാത്രമേ നമുക്ക് എല്ലാ കാണുന്നുള്ളൂ. വിഷയങ്ങളും വേണ്ടേ? പ്രത്യേകിച്ച് അത്തരം കോൺഗ്രസ് രാഷ്ട്രീയ ഉണ്ട്. വിഷയങ്ങളും അത്തരം വിഷയങ്ങളും എല്ലാം നമുക്ക് വേണ്ടേ ചർച്ച ചെയ്യാൻ? സ്വാഭാവികമായിട്ടും ആ വിഷയമല്ല സാറേ, നാട് ഏത് അവസ്ഥയിലാണ് ഉള്ളത്? ഓരോ പിറന്നു വീഴുന്ന കുട്ടികൾക്ക് വരെ എത്രയാണ് കടം കയറ്റി വെച്ചിട്ടുള്ളത്. ശരി, എവിടെ ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് എന്തായാലും ചാണ്ടിയുമ്മന്റെ പ്രതികരണം സംബന്ധിച്ച് ചാണ്ടിയുമ്മൻ ബോധപൂർവം പറഞ്ഞൊന്നുമല്ല, സാധാരണഗതിയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയല്ല, ഇത് കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശനെതിരെയുള്ള ഒരു കലാപ നീക്കത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഇതൊരു വിഷയമേ അല്ല, ഇതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ടായിരുന്നു. ചിലരെങ്കിലും വയനാട് ദുരന്തം സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, വയനാട് ദുരന്തം സംബന്ധിച്ച വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ തവണ പൊതുവേദി കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ചർച്ച ചെയ്ത് ആ വിഷയം തന്നെയായിരിക്കും. വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. സ്വാഭാവികമായും എല്ലാത്തരം വിഷയങ്ങളും എടുക്കും. മറ്റ് വിഷയങ്ങൾ കൂടി എടുക്കുന്നുണ്ട്, അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം മാത്രമായി നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കാൻ കഴിയില്ല. വിഷയങ്ങളിൽ അത്തരം വൈവിധ്യം കൂടി ഉൾപ്പെടുത്തേണ്ടത്, അത്തരം പ്രതികരണങ്ങൾ കൂടി ആവശ്യമാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.